കർത്താവിൻ്റെ തിരുവചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. യാക്കോബിൻ്റെ ലേഖനം, ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 5. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം വായിക്കാം. உங்களில் ஒருவன் ஞானத்தில் குறைவுள்ளவனாய் இருந்தால் யாவருக்கும் சம்பூர்ணமாய் கொடுக்கிறவரும் ஒருவரையும் கடிந்து கொள்ளாதவருமாகிய தேவனிடத்தில் கேட்க கடவன், அப்பொழுது அவனுக்கு கொடுக்கப்படும். ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. നമ്മൾ എന്ത് പ്രാർത്ഥിക്കണമെന്ന് പോലും കർത്താവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. വചനത്തിൽ കൂടെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അനാവശ്യമായ പ്രാർത്ഥനകളെല്ലാം ഒഴിവാകും. വായിൽ തോന്നുന്നതെല്ലാം പ്രാർത്ഥനയിൽ വിളിച്ചു പറയാൻ പറ്റില്ല. എന്ത് പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കേണ്ട എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു വെളിച്ചം വചനത്താൽ നമുക്ക് കിട്ടും. ഒരു വചനം കൂടെ വായിക്കാം. സങ്കീർത്തനം 119-ന്റെ 105. 119-ാം സങ്കീർത്തനം 105 വചനം ഇങ്ങനെ പറയുന്നു: നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. തമിഴിൽ, உம்முடைய வசனம் என் கால்களுக்கு தீபமும் என் பாதைக்கு வெளிச்சமுமாய் இருக்கிறது. ആമേൻ. അപ്പോ പ്രാർത്ഥനയിലും ദൈവത്തിൻ്റെ വചനം വെളിച്ചത്തെ തരുന്നു. വചനം ധ്യാനിക്കുമ്പോഴും ദൈവത്തിൻ്റെ വചനം വെളിച്ചത്തെ തരുന്നു. നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ ഏരിയയിലും ദൈവത്തിൻ്റെ വചനം വെളിച്ചത്തെ തരുന്നു. നമ്മുടെ സ്വഭാവത്തിൽ ദൈവത്തിൻ്റെ വചനം വെളിച്ചത്തെ തരുന്നു. നമ്മുടെ ചിന്തയിൽ ദൈവത്തിൻ്റെ വചനം വെളിച്ചത്തെ തരുന്നു. നമ്മുടെ ശൈലികളിൽ, രീതികളിൽ, പെരുമാറ്റത്തിൽ, ഇടപെടലിൽ, ബന്ധങ്ങളിൽ, എല്ലാറ്റിലും ദൈവത്തിൻ്റെ വചനം വെളിച്ചത്തെ തരുന്നു. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. വഴിയിൽ പോകുന്ന ആരെങ്കിലും പറയുന്ന കാര്യമല്ല എൻ്റെ ജീവിതത്തിൽ വെളിച്ചം. ദൈവത്തിൻ്റെ വചനമാണ് എനിക്ക് വെളിച്ചം തരുന്നത്. ഞാൻ എന്തു ചെയ്യണം, എവിടെ പോകണം, എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ജീവിക്കണം, ഇതിലെല്ലാത്തിലും ദൈവത്തിൻ്റെ വചനം ഒരു വെളിച്ചത്തെ തരുന്നു. ഹല്ലേലൂയ. അപ്പോൾ വചനത്തെ കേൾക്കുന്ന മക്കൾ, വചനത്തെ ധ്യാനിക്കുന്ന മക്കൾ വെളിച്ചത്തിൽ നടക്കും. ഹല്ലേലൂയ. എല്ലാ വചനവും കേൾക്കരുത്. സാത്താനും വചനം പ്രസംഗിക്കും. ബുദ്ധിയിലും വചനത്തിൻ്റെ ഇൻഫർമേഷനുകൾ, അക്ഷരത്തിൻ്റെ അവതരണങ്ങൾ ഉണ്ടാകും. ദൈവത്തിൻ്റെ ജനത്തിന് അത് തിരിച്ചറിയാൻ സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലുള്ള, ദൈവരാജ്യവുമായി കണക്റ്റഡ് ആയിട്ടുള്ള വചനങ്ങൾ ദൈവമക്കൾ കേൾക്കണം. അതവർക്ക് ജീവൻ നൽകും. അതവരുടെ ജീവിതത്തിൽ വിടുതൽ കൊണ്ടുവരും. അതവരുടെ ജീവിതത്തിൽ സൗഖ്യത്തെ കൊണ്ടുവരും. അതവരുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തെ വർദ്ധിപ്പിക്കും. ആമേൻ. ഇവിടെ എല്ലാവരും സ്തുതിയോടെ, സ്തോത്രത്തോടെ ഇരിക്കണം. വാടച്ചുമിണ്ടായിരിക്കാൻ പാടില്ല. ഹല്ലേലൂയ. കുട്ടികൾ പ്രത്യേകിച്ചും ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ആമേൻ, ഹല്ലേലൂയ. വായ്കളെ തുറന്ന് ശക്തിയോടെ ഹല്ലേലൂയ. ആർ യു റെഡി? ഓക്കെ. ശ്രദ്ധിച്ചിരിക്കുക, സ്തുതിയോടെ, സ്തോത്രത്തോടെ ഇരിക്കുക. ഓക്കെ, റൈറ്റ്. അപ്പോ ദൈവത്തിൻ്റെ വചനത്താൽ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ ഉണ്ടായാൽ, ചിട്ടകളുണ്ടായാൽ, അച്ചടക്കങ്ങളുണ്ടായാൽ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. വചനത്താൽ ഒരു ക്രമീകരണം ജീവിതത്തിൽ ഉണ്ടായില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കില്ല. കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കില്ല. കർത്താവിൻ്റെ സാന്നിധ്യം ആരുടെ കൂടെ ഇരിക്കും? വചനത്തെ ഏറ്റെടുക്കുന്ന ദൈവമക്കളോട് കൂടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇരിക്കും. ഹല്ലേലൂയ. ആര് പ്രസംഗിച്ചാലും അതെല്ലാം വചനമല്ലേ എന്ന് പറഞ്ഞ് കേട്ടുകൊണ്ടിരുന്ന് ടൈം വേസ്റ്റ് ആകരുത്. ഗുണമില്ലാത്ത, പ്രയോജനമില്ലാത്ത, ദൈവശക്തി പുറപ്പെടാത്ത, പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം നടക്കാത്ത, ജീവനില്ലാത്ത വചനങ്ങൾ ദൈവജനത്തിന് ആവശ്യമില്ല. ഹല്ലേലൂയ. അത് തിരിച്ചറിയാനുള്ള ഒരു ജ്ഞാനത്തെ പരിശുദ്ധാത്മാവ് തരും. വചനത്തെ ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഒരു ജ്ഞാനത്തെ കർത്താവ് തരും. ഏത് വചനം, ആര് പറയുന്ന വചനം എടുക്കണം, എടുക്കണ്ട, ഓക്കെ എന്നുള്ള ഒരു തിരിച്ചറിവിനെ കർത്താവ് തരും.
ഒരു വിവേകത്തെ തരും, ഒരു അണ്ടർസ്റ്റാൻഡിങ്, പവർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ തരും, ഒരു ജ്ഞാനത്തെ തരും. ആ ഏറ്റെടുക്കുന്ന വചനം അവരുടെ ജീവിതത്തിൽ വിടുതലായി മാറും. യേശുവിൻ്റെ അടുക്കൽ പിശാച് പരീക്ഷിക്കുവാൻ വന്നപ്പോൾ വചനവുമായിട്ടാണ് വന്നേ. ആരാണ് വചനവുമായിട്ട് വന്നേ? പിശാച് വചനവുമായിട്ട് വന്നു. വചനം കൈകാര്യം ചെയ്യുന്ന പിശാചുക്കളുണ്ട്. അടുത്ത എടുത്ത് പറഞ്ഞേ, വചനം കൈകാര്യം ചെയ്യുന്ന പിശാചുക്കളുണ്ട്. ഇനി നിങ്ങളുടെ ടാസ്ക്കാണ് അത് കണ്ടുപിടിക്കാൻ. വചനം കൈകാര്യം ചെയ്യുന്ന പിശാചുക്കളെ കണ്ടുപിടിക്കേണ്ട ടാസ്ക് നിങ്ങളുടേതാണ്. യൂട്യൂബിൽ കാണാം നിങ്ങൾക്ക്. എല്ലാം പിശാചുക്കളല്ല, പക്ഷെ പിശാചുക്കളെയും കാണാം. ഓക്കെ, അപ്പോൾ വചനം കൈകാര്യം ചെയ്യുന്ന പിശാചുക്കളെ കണ്ടുപിടിക്കണം. അവർ ദൈവജനത്തെ ദൈവസ്നേഹത്തിൽ നിന്നും തള്ളിയിടുന്നവരായിരിക്കും, കർത്താവിൽ നിന്നും അകറ്റുന്നവരായിരിക്കും, സംശയത്തെ വിതയ്ക്കുന്നവരായിരിക്കും, ദൈവസഭയിൽ നിന്നും അകറ്റുന്നവരായിരിക്കും, കൂട്ടായ്മയിൽ നിന്നും അകറ്റുന്നവരായിരിക്കും, ദൈവ വ്യവസ്ഥകളിൽ നിന്നും അകറ്റുന്നവരായിരിക്കും. ഈ രീതിയിലുള്ള വചനങ്ങൾ പലതും അത് ദൈവത്താലുള്ളതല്ല. സാത്താൻ വചനമെടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. സാത്താൻ വചനമെടുക്കുമ്പോൾ കൂട്ടായ്മകളെ നിരുത്സാഹപ്പെടുത്തും. സാത്താൻ വചനമെടുക്കുമ്പോൾ ആമേൻ ആരാധനകളെ നിരുത്സാഹപ്പെടുത്തും. സാത്താൻ വചനമെടുക്കുമ്പോൾ ദൈവിക ശുശ്രൂഷകളെ നിരുത്സാഹപ്പെടുത്തും. സാത്താൻ വചനമെടുക്കുമ്പോൾ ദൈവപ്രവൃത്തിയെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി ആ വചനത്തെ ഉപയോഗിക്കും. ഇത് സാത്താൻ വചനമെടുക്കുമ്പോൾ സംഭവിക്കും. സാത്താനും വചനമെടുക്കും ദൈവരാജ്യത്തെ പണിയുവാനല്ല, ദൈവരാജ്യത്തെ കൊളാപ്സ് ചെയ്യുവാൻ. ദൈവപുത്രനായ യേശുവിനെ കൊളാപ്സ് ചെയ്യുവാൻ സാത്താൻ വന്നത് വചനം എടുത്തുകൊണ്ടിട്ടാണ്. എന്നാൽ ആ വചനത്തെക്കുറിച്ച് നല്ല ക്ലാരിറ്റി യേശുവിനുണ്ടായിരുന്നത് കൊണ്ട് കർത്താവ് ആ വചനം, സാത്താൻ പറഞ്ഞ വചനത്തിൽ വീണില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ബൈക്കിലായിരുന്നു പോകാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ബൈക്കില്ല. എൻ്റെ കൂട്ടുകാർക്കെല്ലാം ആ ബൈക്ക് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. പക്ഷെ അവരോടിച്ചാൽ ബൈക്ക് ചീത്തയാക്കിയേ തരികയുള്ളൂ. അതുകൊണ്ട് ഞാൻ ബൈക്ക് ആർക്കും കൊടുക്കുകയുമില്ല. എൻ്റെ നിന്ന് ബൈക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ കൂട്ടുകാർ എൻ്റെ അടുത്ത് വചനം പറഞ്ഞുകൊണ്ട് വരും. അവർ പറയും, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വചനങ്ങൾ പറഞ്ഞു വരും. പക്ഷേ ഞാൻ ഏത് വചനം പറഞ്ഞാലും ഞാൻ ബൈക്ക് കൊടുക്കില്ല. അപ്പോൾ ഈ രീതിയിൽ നോക്കുക, ഏത് രീതിയിൽ കാര്യം നടക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ വചനം ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ദൈവമക്കൾ അതിനെ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, വചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിൽ, വചനത്താൽ പണിയപ്പെട്ടില്ല എങ്കിൽ പിശാചിന്റെ വഞ്ചനയിൽ വീണുപോകും. ആമേൻ. സാത്താൻ പല രീതിയിൽ വഞ്ചിക്കും, സഭയെ വഞ്ചിക്കും. വിശുദ്ധിയില്ലാത്ത സ്ഥലത്ത് വഞ്ചനയുണ്ടാകും, നീതിയില്ലാത്തടത്ത് വഞ്ചനയുണ്ടാകും, അനുസരണയില്ലാത്തടത്ത് വഞ്ചനയുണ്ടാകും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സാത്താന് പ്രവർത്തിക്കുവാൻ ദൈവം തന്നെ അനുവാദം കൊടുത്തിട്ടുണ്ട്. എവിടെ അനുസരണയുണ്ടോ അവിടെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കും. ശൗൽ അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവം എന്തിനെ അയച്ചു? ദുരാത്മാവിനെ അയച്ചു. ആരയച്ചു? ദൈവം അയച്ചു. ഹല്ലേലൂയ. അടുത്ത എടുത്ത് പറഞ്ഞേ, അനുസരണക്കേടുള്ളപ്പോൾ ദുരാത്മാവ് വരും, അനുസരണയുള്ളപ്പോൾ ദൈവാത്മാവ് പ്രവർത്തിക്കും. ഓക്കെ, അപ്പോൾ ശാഠ്യം, അനുസരണക്കേട്, വെറുപ്പ്, കയ്പ്, പക, അസൂയ ഉള്ളിലുണ്ടെങ്കിൽ, ആ ഒരു ഇമോഷനിലാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവാത്മാവ് പരിവർത്തിക്കില്ല. ദുരാത്മാവ് അവസരമെടുക്കും. അങ്ങനെയുള്ളവർക്ക് ദുരാത്മാവ് ദർശനങ്ങളും വെളിപ്പാടുകളും പ്രവചനങ്ങളും കൊടുക്കും. ആ പറയുന്ന വചനത്തിന്റെ വിശുദ്ധി ഇല്ലാത്തത് കൊണ്ടിട്ടാണ് അങ്ങനെ വെളിപ്പാടും ദർശനവും പ്രവചനവും കൊടുക്കുന്ന വെളിച്ചദൂതന്റെ വേഷമെടുത്ത ദുരാത്മാക്കൾക്ക് പ്രവർത്തിക്കുവാൻ അവസരം കിട്ടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ വചനത്തിന്റെ വെളിച്ചത്തിൽ ഒരു ദൈവ പൈതൽ നടക്കുകയാണെങ്കിൽ അവന്റെ മേൽ പ്രവർത്തിക്കുവാൻ ദുരാത്മാവിന് ഓപ്ഷൻ കിട്ടില്ല. അവന്റെ മേൽ പ്രവർത്തിക്കുവാൻ ദുരാത്മാവിന് അവസരം കിട്ടില്ല. ശൗലിന്റെ അടുത്തല്ല ദുരാത്മാവ് വന്നത് പരിശോധിക്കാൻ, ശൗലിന്റെ ഉള്ളിൽ കയറിയിരുന്നു ദുരാത്മാവ്. എന്നാൽ യേശുവിനെ പരിശോധിക്കാൻ യേശുവിന്റെ അകത്ത് ദുരാത്മാവ് കയറിയില്ല, യേശുവിന്റെ
അടുത്തു വന്നു. ദൈവപൈതലേ, ദുരാത്മാവ് നിന്റെ ഉള്ളിൽ കയറരുത്. അശുദ്ധി നിന്നിൽ ഉണ്ടെങ്കിൽ ദുരാത്മാവ് നിന്റെ ഉള്ളിൽ കയറും. അസൂയ ഉണ്ടെങ്കിൽ ദുരാത്മാവ് ഉള്ളിൽ കയറും. വഞ്ചനയുണ്ടെങ്കിൽ, അനീതിയുണ്ടെങ്കിൽ, അനുസരണക്കേടുണ്ടെങ്കിൽ, ശാഠ്യമുണ്ടെങ്കിൽ, അഹങ്കാരമുണ്ടെങ്കിൽ ദുരാത്മാവ് ഉള്ളിൽ കയറും. അവൻ ഉള്ളിൽ കയറിയാൽ അവന്റെ ജോലി അവൻ തുടങ്ങും. അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനുമാണ് സാത്താൻ വരുന്നത്. പല ഏരിയയിലും ഡാമേജുകൾ ഉണ്ടാകും. സാത്താൻ വരുമ്പോൾ ഡാമേജ് ഉണ്ടാകും. സാത്താൻ വരുമ്പോൾ എന്തുണ്ടാകും? നഷ്ടമുണ്ടാകും, കഷ്ടമുണ്ടാകും, മുറിവേൽക്കും. ആര് വരുമ്പോൾ? സാത്താൻ വരുമ്പോൾ. യേശു വരുമ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളപ്പോൾ എന്ത് സംഭവിക്കും? ജീവൻ ഉണ്ടാകും. അത് സമൃദ്ധിയായിട്ടുണ്ടാകും. അവയ്ക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത് എന്നാര് പറഞ്ഞു? യേശു പറഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് ആ ജീവൻ മതി. അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനും വരുന്ന സാത്താന് ഇടം കൊടുക്കരുത്. കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിന് പാതയ്ക്ക് വെളിച്ചമായിരുന്നാൽ, വിളക്കായിരുന്നാൽ സാത്താൻ ഇടമുണ്ടാകില്ല. ദൈവത്തിൻ്റെ പരിവർത്തനം, പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം, ദൂതന്മാരുടെ സപ്പോർട്ട് നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി ഉണ്ടാകും. ഹല്ലേലൂയ. സ്തുതിയോടെ, സ്തോത്രത്തോടെ ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് തിരികെ വരാം. എന്ത് പ്രാർത്ഥിക്കണമെന്ന് പോലും അവിടെ പറയുന്നു. എന്ത് പ്രാർത്ഥിക്കണം? ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ചില വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. യേശുവിൻ്റെ അടുക്കൽ വന്ന് ശിഷ്യന്മാർ പറയുകയാണ്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറയുകയാണ്. യേശു എന്ത് പറഞ്ഞു? നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. കർത്താവ് അതിനു വേണ്ടി പ്രാർത്ഥിച്ചുമില്ല. കർത്താവ് എന്നാൽ ചില രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തു. കർത്താവ് പറഞ്ഞു, അതുണ്ടാകണം, അതുണ്ടാക്കണം, അതുണ്ടാക്കുവാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട്. വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിലേക്ക് പോക എന്ന് കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും. വിശ്വാസം വർദ്ധിക്കണമേ എന്നുള്ളത് പ്രാർത്ഥിക്കേണ്ട വിഷയമല്ല, അത് ഉണ്ടാകേണ്ട വിഷയമാണ്. ചിലർ സ്വയമേ ചെയ്തെടുക്കേണ്ട കാര്യങ്ങളെ അത് പ്രാർത്ഥനാ വിഷയമായി ഫോർവേഡ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനകളൊന്നും ഉപയോഗമില്ലാത്ത പ്രാർത്ഥനകളായി മാറുന്നു. ദൈവത്തിലുള്ള ആശ്രയമാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുവാൻ തക്കവണ്ണമുള്ള ഏരിയാസിലാണ് പ്രാർത്ഥനയ്ക്ക് ആവശ്യമുള്ളത്. എന്നാൽ നമ്മൾ ചെയ്തെടുക്കേണ്ട ചില കാര്യങ്ങളിൽ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഭാഗത്ത് തന്നെ ക്രമീകരണം ഉണ്ടാകണം. വിശ്വസിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം, അനുസരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം, കീഴ്പ്പെടേണ്ടടുത്ത് നമ്മൾ കീഴ്പ്പെടണം, ചില കാര്യങ്ങൾ പ്രയോഗിക്കേണ്ടടുത്ത് നമ്മൾ പ്രയോഗിക്കണം, ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അത് പ്രാർത്ഥിക്കാനല്ല അവിടെ ആവശ്യമുള്ളത്, പ്രവർത്തിക്കേണ്ട ആവശ്യമാണ് അവിടെ ഉള്ളത്. എന്നാൽ ചില കാര്യങ്ങളിൽ പ്രാർത്ഥിക്കാം, ചില കാര്യങ്ങളിൽ പ്രവർത്തിക്കണം. വചനം അതിന് വെളിച്ചത്തെ തരും. എവിടെ പ്രാർത്ഥിക്കണം, എവിടെ പ്രവർത്തിക്കണം, എന്ത് പ്രവർത്തിച്ചിട്ട് എപ്പോൾ പ്രാർത്ഥിക്കണം. ഈ കാര്യങ്ങളിൽ ആര് വെളിച്ചം തരും? വചനം നമുക്ക് വെളിച്ചത്തെ തരും. വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുഴിയിൽ വിടില്ല, ഇരുട്ടിൽ വിടില്ല, കെണിയിൽ പെടില്ല, കുടുക്കിൽ പെടില്ല. ജയത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. ഒരു ദൈവപൈതലിനെ എങ്ങനെ കുടുക്കാം, എങ്ങനെ കെണിയിലാക്കാം, എങ്ങനെ കുഴിയിലാക്കാം, എങ്ങനെ അടച്ചിടാം, എങ്ങനെ ഒതുക്കാം എന്നുള്ള ലെവലിലാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്. എന്നാൽ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നടന്നാൽ സാത്താൻ്റെ പദ്ധതികൾ ജയിക്കയില്ല, സാത്താൻ്റെ അവകാശങ്ങൾ ജയിക്കയില്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ പാതയ്ക്ക് വിളക്കാണ്, നമ്മുടെ പാതകൾക്ക് നമ്മുടെ വഴിയിലെല്ലാം അതൊരു വിളക്കാണ്, വെളിച്ചമാണ്. ഹല്ലേലൂയ. എന്തിനു പ്രാർത്ഥിക്കണം? ജ്ഞാനം കുറവെങ്കിൽ ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കട്ടെ. ദൈവമക്കൾക്ക് എന്ത് വേണം? ജ്ഞാനം വേണം. എന്ത് വേണം? ജ്ഞാനം ആർക്ക് കിട്ടും? അതിന് പറയുന്നു യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. അപ്പോൾ ജ്ഞാനം ആർക്കുള്ളതാണ്? ഭക്തനുള്ളതാണ്. ജ്ഞാനം ആർക്കുള്ളതാണ്? ഭക്തനുള്ളതാണ്. ബുദ്ധിയല്ല ജ്ഞാനം, ബ്രെയിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതല്ല ജ്ഞാനം. ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ദൈവത്തോടുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്ത്
അതിനെ കാത്തു സൂക്ഷിച്ചു പോകുന്നതാണ് ജ്ഞാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ബുദ്ധിയിലും ദൈവത്തിൻ്റെ വെളിച്ചമുണ്ടാകും. ബുദ്ധിയെ കർത്താവ് തുറക്കും, ബുദ്ധിയെ കർത്താവ് പ്രകാശിപ്പിക്കും. സ്കൂൾ തുറക്കുകയാണ്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് പഠിക്കുവാൻ എന്ത് വേണം? ബുദ്ധി വേണം, ജ്ഞാനം വേണം, നല്ല വിവേകം വേണം, കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാനുള്ള കഴിവ് വേണം, കപ്പാസിറ്റി വേണം. ഇന്നലെ ഷെറിബർ പുതിയ അക്കാഡമിക് ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല വചനങ്ങളെ കൊടുത്ത് അവർക്കായി പ്രാർത്ഥിച്ചു. നിങ്ങൾ ആ വചനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് ഉണ്ടാകും. അത് ഏറ്റെടുത്തോളൂ. ഇവിടെ വചനം പറയുന്നു, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭക്ഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനാ വിഷയമാണ്, കർത്താവേ എനിക്ക് ജ്ഞാനത്തെ തരണമേ. എന്ത് പ്രാർത്ഥിക്കണമെന്ന് ജ്ഞാനം വേണം, എന്തു ചെയ്യണമെന്ന് ജ്ഞാനം വേണം, എങ്ങനെ പെരുമാറണമെന്ന് ജ്ഞാനം വേണം, എങ്ങനെ സംസാരിക്കണമെന്ന് ജ്ഞാനം വേണം, എങ്ങനെ ഇരിക്കണമെന്ന് ജ്ഞാനം വേണം. എല്ലാത്തിലും ഒരു ജ്ഞാനം വേണം. ദൈവഭക്തി വന്നാൽ ആ ജ്ഞാനം ദൈവത്താൽ ലഭിക്കും. ഹല്ലേലൂയ. ദൈവത്തോട് കണക്ഷൻ ഇല്ലാതിരിക്കുമ്പോൾ ഉള്ള അവസ്ഥയായിരിക്കില്ല ഒരു വ്യക്തിക്ക് കർത്താവിനോടൊരു നല്ലൊരു ബന്ധം വന്നാൽ ലഭിക്കുന്നത്. കർത്താവിനോടൊരു നല്ല ബന്ധം വന്നാൽ ദൈവത്തോടുള്ള നല്ല കണക്ഷൻ കിട്ടും. മാത്രമല്ല അതൊരു ജ്ഞാനത്തെ തുറക്കും, ജ്ഞാനത്തിൻ്റെ ഉറവയെ തുറക്കും. ഹല്ലേലൂയ, ആമേൻ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ കർത്താവ് യോശുവയോട് പറയുകയാണ്, ഈ ന്യായപ്രമാണത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായി ഇരിക്കും. തമിഴിൽ വായിച്ചേ. இந்த நியாயப்பிரமாண புஸ்தகம் உன் வாயை விட்டு பிரியாதிருப்பதாக, இதில் எழுதியிருக்கிறவைகளின்படியெல்லாம் நீ செய்ய கவனமாயிருக்கும்படி இரவும் பகலும் அதை தியானித்து கொண்டிருப்பாயாக. அப்பொழுது நீ உன் வழியை வாய்க்க பண்ணுவாய், அப்பொழுது புத்திமாനായും നടന്നു കൊള്ളുവായ്. ഇസ്രായേൽ ജനത്തെ നടത്തുന്ന ഒരു അഭിഷിക്തന് കർത്താവ് കൊടുക്കുന്ന നിർദ്ദേശം ഇതാണ്, വചനം ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. വചനം ധ്യാനിച്ചുകൊണ്ടേയിരുന്നാൽ എന്ത് സംഭവിക്കും? കൃത്യമായിട്ടും ദൈവത്തിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ പറ്റും. വചനമില്ല എങ്കിൽ അതിന് പറ്റില്ല. വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. വചനം ധ്യാനിച്ചാൽ എന്ത് സംഭവിക്കും? നിന്റെ പ്രവൃത്തി സാധിക്കും. എല്ലാ ദൈവമക്കൾക്കുമുള്ള സന്ദേശമാണിത്. വചനം ധ്യാനിക്കുന്ന ദൈവ പൈതലിന്, വചനപ്രകാരം എല്ലാത്തിനെയും നേരെയാക്കുന്ന ദൈവ മക്കൾക്ക് അവരുടെ പ്രവൃത്തി സാധിക്കും. അവരുടെ ആക്ടിവിറ്റീസിൽ ദൈവത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടാകും. അവരുടെ അധ്വാനത്തിൽ ദൈവത്തിൻ്റെ ആശീർവാദം ഉണ്ടാകും. അവരുടെ ബിസിനസ്സിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അവർ ചെയ്യുന്ന എല്ലാ കാര്യാദികളിലും ദൈവത്തിൻ്റെ ഹെൽപ്പ് ഉണ്ടാകും, ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ധ്യാനിക്കുന്ന, വചനം ഓർമ്മിക്കുന്ന, വചനം ചിന്തിക്കുന്ന, വചനം സംസാരിക്കുന്ന ദൈവമക്കളായി നമ്മൾ മാറുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവമക്കളിൽ ധാരാളം വർദ്ധിക്കുന്നു. ഹല്ലേലൂയ. ഓക്കെ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യത്തിൽ അവൻ്റെ ന്യായപ്രമാണത്തെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഉറങ്ങുമ്പോഴും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും ഒരു ദൈവപൈതന്റെ ഉള്ളിൽ ദൈവവചനത്തെക്കുറിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എവിടെയൊക്കെ എന്തൊക്കെ എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇരിക്കണം, അതെല്ലാത്തിലും വചനമാകണം നമുക്ക് വെളിച്ചത്തെ തരേണ്ടത്. വചനം ഉള്ളിലില്ലാത്ത ദൈവത്തിൻ്റെ മകൾ കൂടുതലായി ഈ വചനങ്ങളെ കേൾക്കുക. ബൈബിളിൽ നിന്നും വായിക്കാം, അല്ലെങ്കിൽ നമ്മൾ പ്രസംഗിക്കുന്ന വചനങ്ങളെ കേൾക്കാം. ആവർത്തിച്ച് കേൾക്കുക. നമ്മുടെ ബുദ്ധിയിൽ ആ വചനത്തിൻ്റെ വെളിച്ചം വരട്ടെ, നമ്മുടെ ചിന്തയിൽ ആ വചനത്തിൻ്റെ വെളിച്ചം വരട്ടെ. എങ്കിൽ ദുഷ്ട സ്വഭാവങ്ങൾ മാറിപ്പോകും. ആ വചനത്തെ ധ്യാനിക്കും തോറും എന്ത് സംഭവിക്കും? ദുഷ്ടചിന്തകൾ മാറിപ്പോകും, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് മാറിപ്പോകും, നെഗറ്റീവ് പേഴ്സണാലിറ്റീസ് മാറിപ്പോകും. വലിയ മാറ്റങ്ങൾ ആദ്യം സ്വഭാവത്തിലുണ്ടാകും, അല്ലെങ്കിൽ ദേഹിയിലുണ്ടാകും. ദേഹി ആത്മാവിൽ, ദേഹിയിൽ, ഉള്ളത്തിൽ, മനസ്സിൽ വചനത്താൽ വലിയൊരു മാറ്റമുണ്ടായാൽ ഒരു ദൈവപൈതലിന്റെ ജീവിതം മാറും. ഹല്ലേലൂയ. ദൈവമക്കൾ വചനത്തെ ഏറ്റെടുത്താൽ
ഉള്ളത്തിൽ മാറ്റമുണ്ടായാൽ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. ഉള്ളത്തിൽ മാറ്റമുണ്ടായാൽ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകും. ഉള്ളത്തിൽ മാറ്റമുണ്ടായാൽ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വർദ്ധിക്കും. ഉള്ളത്തിൽ മാറ്റമുണ്ടായാൽ ദൈവത്തിൻ്റെ തേജസ് വർദ്ധിക്കും. ഹല്ലേലൂയ. ചിലർ ദൈവത്തെ ആരാധിച്ചാലും ഉള്ളത്തിൽ മാറ്റമുണ്ടാകില്ല, ചിന്തയിൽ മാറ്റമുണ്ടാകില്ല, സ്വഭാവത്തിൽ മാറ്റമുണ്ടാകില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? വചനം ഉള്ളിൽ ഇറങ്ങിയിട്ടില്ല. വചനം ഉള്ളിൽ ഇറങ്ങിയാൽ അശുദ്ധികളെല്ലാം അത് മാറ്റും. ഉള്ളത്തിലെ അശുദ്ധികളെ അത് മാറ്റും, സ്വഭാവത്തിലെ അശുദ്ധികളെ മാറ്റും, ചിന്തയിലെ അശുദ്ധികളെ മാറ്റും, ഇമോഷൻസിന്റെ അശുദ്ധികളെ മാറ്റും. ഒരു വിശുദ്ധീകരണം ഉള്ളത്തിൽ സംഭവിക്കും. ഉള്ളത്തിൽ ഒരു വിശുദ്ധീകരണം സംഭവിച്ചാൽ ജീവിതത്തിൽ വലിയ റിസൾട്ടുകൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഉള്ളത്തിൽ മാറ്റമുണ്ടാകാതെ ചില കാര്യങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ പോലും ആ ഏരിയയിൽ വിടുതൽ ഉണ്ടാകില്ല. ഉള്ളത്തിൽ മാറ്റമുണ്ടായാൽ വിടുതൽ ഓട്ടോമാറ്റിക്കലി വരും. ഉള്ളത്തിൽ മാറ്റമുണ്ടായാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. ഉള്ളത്തിൽ മാറ്റമുണ്ടായാൽ ദൈവദൂതന്മാരുടെ ഇടപെടൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. ഉള്ളത്തിൽ മാറ്റമുണ്ടാകട്ടെ. ഉള്ളത്തിൽ മാറ്റമുണ്ടാകണമെങ്കിൽ വചനം ഉള്ളിലിറങ്ങണം, വചനം ചിന്തയിൽ കയറണം. വചനത്തെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഓർമ്മിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ലെവലിലേക്ക് ദൈവമക്കൾ കയറിയാൽ ഉള്ളത്തിൽ വലിയ വെളിച്ചമുണ്ടാകും. ഉള്ളത്തിൽ വെളിച്ചമുണ്ടായാൽ ആ വ്യക്തികളെ പിശാചിന് തോൽപ്പിക്കാൻ പറ്റില്ല, വഞ്ചനയുടെ ആത്മാവിന് ജയിക്കാൻ പറ്റില്ല. അവർ കുലുങ്ങാതെ നിൽക്കുന്ന ഒരു പർവ്വതം പോലെ അവർ നിൽക്കും. അവരെ സാത്താന് കൺഫ്യൂഷൻ ഉണ്ടാക്കി തകർക്കാൻ പറ്റില്ല, അവരെ വഴിതിരിച്ചു വിടാൻ പറ്റില്ല. ഈ നാളുകളിൽ അന്ത്യകാലത്ത് പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ ജനം വചനത്തിൽ ഉറയ്ക്കണം. വചനത്തിൽ ഉറച്ചാൽ കള്ളത്തരത്തിൽ വരുന്ന വ്യാജാത്മാക്കളെ ദൈവമക്കൾക്ക് തിരിച്ചറിയാനും അതിനെ ജയിക്കാനും ദൈവസഭയ്ക്ക് കഴിയും. ഹല്ലേലൂയ. വചനത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കിക്കാണുക, പ്രവചനത്തെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കിക്കാണുക, വെളിപ്പാടുകളെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കിക്കാണുക, ദർശനങ്ങളെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കിക്കാണുക. എല്ലാ പ്രവചനവും എല്ലാ ദർശനവും എല്ലാ വെളിപ്പാടും കണ്ണുമടച്ച് ഏറ്റെടുക്കരുത്. വചനത്താൽ അതിനെ വിവേചിക്കുക. ഏത് ആത്മാവിനെയും ടെസ്റ്റ് ചെയ്യുവാൻ, ടെസ്റ്റ് ഈച്ച് ആൻഡ് എവറി സ്പിരിറ്റ്, ഏത് ആത്മാവിനെയും വിവേചിക്കുവാൻ കർത്താവ് തൻ്റെ മക്കളോട് പറയുകയാണ്. ഹല്ലേലൂയ. ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തൻ സ്റ്റേജിൽ നിന്ന് ഭയങ്കരമായ പെർഫോമൻസ് കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ കണ്ണുമടച്ച് അത് വിശ്വസിച്ച് ഏറ്റെടുക്കരുത്. ആ ദൈവദാസന്റെ കൃപാവരങ്ങൾ മാത്രം ഏറ്റെടുത്താൽ പോരാ, ആ ദൈവദാസന്റെ ജീവിതത്തെ അറിയണം. ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലമുണ്ടോ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ആത്മാവിൻ്റെ ഫലങ്ങൾ അതുണ്ടോ എന്ന് നോക്കണം. കഴിഞ്ഞ നാളുകളിലും അത് തന്നെ ചിന്തിച്ചു. ആത്മാവിൻ്റെ ഫലമുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഈ സ്വഭാവമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കും, ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കും. ഹല്ലേലൂയ. സ്വഭാവം നന്നായില്ല എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വസിക്കില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കില്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ വസിക്കില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ വേണമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കണമോ? സ്വഭാവം നേരെയാകട്ടെ, വചനത്താൽ അത് പണിയപ്പെടട്ടെ, വചനത്താൽ അത് വിശുദ്ധീകരിക്കപ്പെടട്ടെ, ഉള്ളത്തിലുള്ള അശുദ്ധികൾ മാറിപ്പോകട്ടെ, കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കും. ശക്തിയോടെ ദൈവത്തിന് മഹത്വത്തെ കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇവിടെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ, ദൈവവചനത്തിൽ നിന്നെടുത്തോളൂ. പഴയ നിയമത്തിൽ അവർക്ക് ന്യായപ്രമാണമായിരുന്നു ദൈവം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരുന്നത്. നമുക്കിന്ന് ന്യായപ്രമാണമല്ല. ആ സ്ഥാനത്തിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, വചനത്തിൽ. ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിച്ച് അവൻ്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെ മാറ്റിക്കോളൂ. എങ്ങനെ മാറ്റണം? യഹോവയുടെ വചനത്തിൽ സന്തോഷിച്ച്, പിന്നെന്താ? അവൻ്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അടുത്ത് പറഞ്ഞ്, വചനത്തിൽ സന്തോഷിക്കാം, വചനത്തെ ധ്യാനിക്കാം, വചനത്തെ സംസാരിക്കാം, വചനത്തെ ചിന്തിക്കാം, വചനത്തെ ഓർമ്മിക്കാം. ഇത് സിമ്പിളായിട്ട് പറഞ്ഞു വിട്ടു, പക്ഷെ ഇത് ചെയ്തു നോക്കിയേ, ജീവിതം മാറും, ഭയങ്കര മാറ്റം ഉണ്ടാകും, ദൈവികമായ ഇടപെടലുകൾ വർദ്ധിക്കും, സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസസ് കൂടും. വചനത്തെ ഏറ്റെടുത്താൽ ദൂതന്മാർ ഇറങ്ങും, വചനത്തെ ഏറ്റെടുത്താൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും, വചനത്തെ ഏറ്റെടുത്താൽ സ്വർഗം ചലിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇതൊന്നും അനുസരിക്കാതെ കുത്തിയിരുന്ന് പ്രാർത്ഥനയോട് പ്രാർത്ഥന, ഒരു ചുക്കും നടക്കില്ല. വിശുദ്ധി ഇല്ലാതെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടില്ല. പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, വല്ലാതെ യാചിക്കുന്നതുകൊണ്ട്, ഓക്കെ, ഇടവിടാതെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ദൈവം ശല്യം സഹിക്കാൻ വയ്യാതെ എന്തെങ്കിലും തന്നേക്കും. എന്തിന്? നായ്ക്കുട്ടികൾക്ക് അപ്പ കഷ്ണമായിട്ട് കൊടുക്കുന്നത് പോലെ. അപ്പോൾ അത് വേണ്ട, മക്കൾക്കുള്ള അപ്പം സ്പെഷ്യലായി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും നായ്ക്കുട്ടികൾക്ക് കിട്ടുന്ന അപ്പം നുറുക്കുകൾ അല്ല, പകരം സ്പെഷ്യലായി ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് ദൈവമക്കൾ സ്വന്തമാക്കണം. ഹല്ലേലൂയ. എന്തെങ്കിലും കിട്ടിയാൽ മതിയെന്നല്ല, ദൈവത്തിനൊരു സ്പെഷ്യാലിറ്റി ദൈവജനം കൊടുത്താൽ, ദൈവത്തിനൊരു പ്രാധാന്യം ദൈവമക്കൾ കൊടുത്താൽ, ദൈവം തൻ്റെ മക്കൾക്ക് സ്പെഷ്യലായത് ചെയ്യും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചെയ്യും, മേത്രമായത് ചെയ്യും. കർത്താവ് പറയുന്നു, മേത്രമായ ഗോതമ്പ് കൊണ്ടും പാറയിൽ നിന്ന് വരുന്ന തേൻ കൊണ്ടും ഞാൻ നിങ്ങളെ പോഷിപ്പിക്കും. ദൈവം തൻ്റെ മക്കളെ നടത്തുന്നത് ഒരിക്കലും ചീപ്പായിട്ടുള്ള രീതിയിലല്ല, തരം താണ രീതിയിലല്ല, വില കുറഞ്ഞ രീതിയിലല്ല, എക്സലന്റ് ആയിട്ട് ശ്രേഷ്ഠമായ രീതികളിൽ, മേത്രമായ രീതികളിൽ കർത്താവ് തൻ്റെ ജനത്തെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉള്ളം മാറണം, വചനത്താൽ മാറണം, വചനത്തിന്റെ വെളിച്ചം ഉള്ളത്തിലിറങ്ങണം. വചനം ഉള്ളിലിറങ്ങിയാൽ ജീവിതം മാറും. ഹല്ലേലൂയ. കേട്ട വചനം വീണ്ടും വീണ്ടും സംസാരിക്കുവേൻ. നിങ്ങൾ വീട്ടിൽ പോയിട്ട് കുടുംബമായിരുന്ന് ആ കേട്ട വചനത്തെ വീണ്ടും റിവൈസ് ചെയ്ത് സംസാരിക്കുവേൻ. ഇന്ന് എന്തൊക്കെയാണ് പ്രസംഗിച്ചത്? ഇന്ന കാര്യം പറഞ്ഞു, വചനത്തെക്കുറിച്ച് പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ പറഞ്ഞു. ഒരാൾ പറയാത്തത് വേറൊരാൾ പറയാം. അതിനെ റിവൈസ് ചെയ്ത് സംസാരിക്കാം. നിങ്ങളുടെ ചിന്തകൾ പങ്കുവെക്കാം. ആ ലെവലിൽ നിങ്ങൾ സംസാരിച്ചു നോക്കിയേ, വീട്ടിലെ അന്തരീക്ഷം മാറും. ഒരു കുടുംബം ദൈവവചനത്തെ പരസ്പരം ഡിസ്കസ് ചെയ്യുന്ന കുടുംബമായി മാറിയാൽ ആ കുടുംബം ദൈവത്തിൻ്റെ ആശീർവാദത്തെ കൊണ്ടുവരും. ഹല്ലേലൂയ. നിങ്ങൾ ചേർന്നിരിക്കുമ്പോൾ പരദൂഷണമല്ല പറയേണ്ടത്, വചനത്തെ ധ്യാനിക്കുവേൻ, വചനത്തെക്കുറിച്ച് സംസാരിക്കുവേൻ. എങ്കിലൊരു കാര്യം സംഭവിക്കും. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വച്ച് കേട്ടു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജനം, അവരുടെ വായിൽ വചനമുണ്ടെങ്കിൽ, അവരുടെ ഉള്ളിൽ വചനമുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തിൽ വചനമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ശ്രദ്ധ അവരുടെ മേലാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെയൊക്കെയും നോക്കുന്നു. കർത്താവിൻ്റെ കണ്ണ് പരിധി നടക്കുകയാണ് ഭൂമിയിൽ. മനുഷ്യപുത്രനെ അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാനുണ്ടോ എന്ന് കർത്താവിൻ്റെ കണ്ണ് അന്വേഷിക്കുകയാണ്. ദൈവപൈതലേ, ആ കണ്ണുകളിൽ നീ പെടട്ടെ. ആമേൻ. ആ വചനത്തെ അന്വേഷിക്കുന്ന, കർത്താവിൻ്റെ ഇഷ്ടത്തെ തേടുന്ന, ദൈവ സാന്നിധ്യത്തെ തേടുന്ന ഒരു വ്യക്തിയായി നീ ആ കണ്ണുകളിൽ പെടട്ടെ. ഹല്ലേലൂയ. ദൈവം സ്പെഷ്യലായിട്ട് പലതും അനുവദിക്കും. ദൈവത്തെ തേടുന്ന മക്കൾക്ക് വേണ്ടി, കർത്താവിനെ തേടുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പലതും കർത്താവ് അനുവദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, അടുത്ത് എന്തു ചെയ്യരുത്? 1-ാം വാക്യം വായിക്കാം. അതിൻ്റെ 1-ാം വാക്യം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴി നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. 3 കാര്യങ്ങൾ നോക്കൂ. ദുഷ്ടൻ ആരാ? ദൈവത്തോടുള്ള ആ ഒരു ഭക്തിയുള്ളവൻ ജ്ഞാനിയാണെങ്കിൽ, ദൈവത്തെ നിഷേധിക്കുന്നവനെ ദുഷ്ടനെന്ന് ഒരർത്ഥത്തിൽ വചനം പറയുന്നു. ദൈവത്തിൻ്റെ കാര്യങ്ങൾ നിഷേധിക്കുന്നവൻ, ദൈവത്തിൻ്റെ വചനത്തെ നിഷേധിക്കുന്നവൻ ദുഷ്ടൻ. ഓക്കെ ആണോ? അടുത്ത എടുത്ത് പറഞ്ഞേ, കർത്താവിൻ്റെ വചനത്തെ നിഷേധിക്കുന്നവൻ ദുഷ്ടൻ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദുഷ്ടനാകരുത്. വചനത്തെ നിഷേധിക്കുന്നവനെ, വചനത്തെ ചവിട്ടി തേക്കുന്നവനെ, വചനത്തെ നിന്ദിക്കുന്നവന്റെ കൂടെ കൂട്ടുവെക്കരുത്. ദുഷ്ടന്മാരുടെ ആലോചന, അവൻ പറയുന്ന ഐഡിയ നിനക്ക് വേണ്ട. നിനക്ക് ഐഡിയ തരുവാൻ, ദൈവപൈതലേ, നിനക്ക് ആലോചന തരുവാൻ, നിനക്ക് ഐഡിയ തരുവാൻ ശ്രേഷ്ഠമായ ഐഡിയാസ് കർത്താവിൻ്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. ദുഷ്ടന്റെ ആലോചന കേട്ടൊരു ദൈവപൈതൽ പോയാൽ അവൻ കുഴിയിൽ വീഴും. ദൈവത്തിൻ്റെ ആലോചന കേട്ടൊരു ദൈവപൈതൽ പോയാൽ അവൻ വളരും, അവൻ വികസിക്കും, അവൻ്റെ അതിർവരമ്പുകൾ വിശാലമാകും, അവൻ പടർന്നു പന്തലിക്കും. ബുദ്ധിജീവിയുടെ ഐഡിയയും നിനക്ക് വേണ്ട. കർത്താവിൻ്റെ ആലോചന, ദൈവസഭയുടെ ആലോചന, വചനത്തിൽ നിന്ന് കിട്ടുന്ന ആലോചന, അതുമതി നിന്റെ അനുഗ്രഹത്തിന്, അതുമതി നിന്റെ ആരോഗ്യത്തിന്, അതുമതി നിന്റെ സംരക്ഷണത്തിന്. ഹല്ലേലൂയ.
ഓക്കെ, അപ്പൊ ദുഷ്ടന്റെ ആലോചന വേണ്ട, പാപികളുടെ വഴിയും വേണ്ട. പാപി, ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിക്കുന്നവൻ പാപി, അനുസരണക്കേട് കാണിക്കുന്നവൻ പാപി. ആ വഴി ദൈവമക്കൾക്ക് വേണ്ട. ആ വഴിയിൽ അവൻ നിൽക്കുകയാണെങ്കിൽ അത് അനീതിയുടെ വഴി, അത് അശുദ്ധിയുടെ വഴി, അത് ശാപത്തെ കൊണ്ടുവരും, അത് കൃപയെ നഷ്ടപ്പെടുത്തും, ദൈവ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തും. ആ വഴി ദൈവമക്കൾക്ക് വേണ്ട. പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും, പരിഹസിക്കുന്ന സ്വഭാവം നിങ്ങളോട് സംസാരിക്കുന്നവർക്കുണ്ടെങ്കിൽ, പലതും ഇങ്ങനെ നിന്ദിച്ച് പരിഹസിച്ച് പുച്ഛിച്ചുകൊണ്ട് സംസാരിക്കുന്ന രീതികളിലുള്ളവരോട് ആ സ്ഥലത്ത് നിങ്ങൾ മാറിപ്പോകണം. ആ സ്ഥലത്ത് നിൽക്കരുത്. അത് കേട്ട് ആസ്വദിക്കുവാൻ, എന്തു പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ കാതും കൊടുത്തുകൊണ്ട് നിൽക്കരുത്. കാതടിച്ചു പോകും. ഓക്കെ, ആ കാത് എന്തിനുള്ള കാതാണ്? ദൈവശബ്ദം കേൾക്കേണ്ടതാണ്, ദൈവവചനം കേൾക്കേണ്ടതാണ്, പരിഹാസം കേൾക്കേണ്ടതല്ല, അപമാനം കേൾക്കേണ്ടതല്ല, നിന്ന കേൾക്കേണ്ടതല്ല, മറ്റുള്ളവരെ ദുഷിക്കുന്ന ദൂഷണം കേൾക്കേണ്ടുന്ന കാതല്ല ദൈവവേദലെ നിനക്ക് തന്നിരിക്കുന്ന കാത്. അത് ദൈവശബ്ദം കേൾക്കുന്ന കാതായി മാറട്ടെ, ദൈവവചനം കേൾക്കുന്ന കാതായി മാറട്ടെ. ഹല്ലേലൂയ. ഓക്കെ, ഈ 3 കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. അനുസരണം കെട്ടവർ പറയുന്ന വാക്ക് കേട്ട് ജീവിക്കരുത്. മാതാപിതാക്കളെ അനുസരിക്കാത്തവരുടെ വാക്ക് കേട്ട് ജീവിക്കരുത്. കുട്ടികൾ കരങ്ങൾ പിടിച്ച് പറഞ്ഞേ, അടുത്ത പിടിച്ച് പറഞ്ഞേ, അനുസരണം കെട്ടവരുടെ കൂടെ കൂട്ടുകൂടരുത്. പാരൻസിനെ റെസ്പെക്ട് ചെയ്യാത്തവരുടെ കൂടെ കൂട്ടുകൂടരുത്. ടീച്ചറിനെ റെസ്പെക്ട് ചെയ്യാത്തവരുടെ കൂടെ കൂട്ടുകൂടരുത്. ടീച്ചറിനെ വട്ടപ്പഴയിട്ട് വിളിക്കുന്നവരുടെ കൂടെ കൂട്ടുകൂടരുത്. ഓക്കെ, ഈ പറഞ്ഞതിലെ പ്രതികൾ നിങ്ങളാണെങ്കിൽ മാനസാന്തരപ്പെടണം. ഓക്കെ, ഹല്ലേലൂയ. പാരൻസിനെയും ടീച്ചേഴ്സിനെയും റെസ്പെക്ട് ചെയ്യണം. അവരെ ആക്ഷേപിക്കരുത്, അവരെ പരിഹസിക്കരുത്, അവരെ കളിയാക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ബുദ്ധിമണ്ഡലം ബന്ധിക്കപ്പെടും. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടാകില്ല, നിങ്ങളുടെ ഭാവിയെ അത് ബാധിക്കും. ടീച്ചറിന് ഒരു റെസ്പെക്റ്റ് കൊടുക്കുക. നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറിന്, കോളേജിലെ ടീച്ചറിന്, നിങ്ങളെ പഠിപ്പിക്കുന്നവർക്ക്, നിങ്ങളുടെ പാരൻസിന് ഒരു ബഹുമാനം കൊടുത്തു നോക്ക്. ജ്ഞാനം വർദ്ധിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആശീർവാദം ഉണ്ടാകും, നന്മയുണ്ടാകും. നിനക്ക് നന്മയുണ്ടാകുവാനും ദീർഘായുസ് ഉണ്ടാകുവാനും നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം വരണമോ? റെസ്പെക്ട് ചെയ്യണം. ആരെ റെസ്പെക്ട് ചെയ്യണം? ആദ്യം പാരൻസിനെ റെസ്പെക്ട് ചെയ്യണം. കുട്ടികൾ പ്രത്യേകിച്ചും. ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ അവിടെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കരുത്. അവിടെ അലൻ എന്താ പരിപാടി കാണിക്കുന്നത്? അവൻ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നേ. ഇവിടെ ശ്രദ്ധിച്ചിരിക്കും. കുട്ടികൾ പ്രത്യേകിച്ചും പാരൻസിനെ സ്നേഹിക്കുവാൻ, പാരൻസിനെ റെസ്പെക്ട് ചെയ്യുവാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനെ കൊണ്ടുവരും? അനുഗ്രഹത്തെ കൊണ്ടുവരും, ബ്ലെസ്സിങ്ങിനെ കൊണ്ടുവരും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ശ്രദ്ധ മാറ്റാനുള്ള പല പരിപാടികൾ ഞാനിവിടെ ചെയ്യും. അതിലൊന്നാണിത്. എങ്കിലും നിങ്ങളുടെ ശ്രദ്ധ മാറാൻ പാടില്ല. ഇവിടെ തന്നെ സ്തോത്രത്തോടെ സ്തുതിയോടുകൂടെ ഇവിടെ തന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ആമേൻ, ഹല്ലേലൂയ. ശരി, ഓക്കെ. അപ്പോൾ പാരൻസിന്, ടീച്ചേഴ്സിന് റെസ്പെക്റ്റ് കൊടുക്കുന്നവർ, അവരുടെ മേൽ എന്ത് വരും? നന്മ വരും, ബ്ലെസ്സിങ് വരും, ദൈവത്തിൻ്റെ ആശീർവാദം ഉണ്ടാകും. പഠിക്കുന്ന കുട്ടികൾ ജ്ഞാനം കുറവെങ്കിൽ ദൈവത്തോട് ചോദിക്കട്ടെ എന്ന് യാക്കോബ് 1:5 നമ്മൾ വായിച്ചു, നമ്മൾ ചിന്തിച്ചു. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ഓരോ ദിവസവും പ്രാർത്ഥനയോടെ പഠിക്കുക. ഞാൻ ഒരു വചനം കൂടെ പറഞ്ഞുതരാം. ആ വചനം ഡെയിലി എടുത്ത് ബൈബിൾ തുറന്ന് അതിൻ്റെ മേൽ കൈവച്ച്, പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. നിങ്ങളുടെ മേൽ വരുന്ന ആ പഠിത്തത്തിൽ വരുന്ന ഒരു മാറ്റത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കൊലോസ്യർ 2:3, കൊലോസ്യർ 2:3 ആ വചനം ഒന്ന് വായിച്ചേ. പറയുന്നത് മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഏത് വചനമാണ് വായിക്കേണ്ടത് പഠിക്കുന്നതിന് മുന്നേ? കൊലോസ്യർ ആദ്യം വായിക്കണം. ചുമ്മാ എടുത്ത് വെച്ച് തുറന്നു വെച്ചിട്ട് കൊലോസ്യർ 2:3 കൈ അവിടെ വെക്കുന്നു, അങ്ങനെയല്ല. ആദ്യം അതൊന്ന് വായിക്കണം. വായിച്ചിട്ട് പിന്നെ കൈ വെക്കണം. പിന്നെ കൈ വെച്ചിട്ട് പ്രാർത്ഥിക്കണം. യേശപ്പാ, എനിക്ക് ജ്ഞാനത്തെ തരണമേ, എനിക്ക് ബുദ്ധി തരണമേ, പഠിക്കാനുള്ള മനസ്സ് തരണമേ. ഞാൻ ഈ പഠിക്കുന്ന ഈ കോഴ്സ്, ഈ പഠിത്തം
അത് വിജയകരമായി പൂർത്തീകരിക്കാൻ എന്നെ സഹായിക്കണമേ, എൻ്റെ പരിശുദ്ധാത്മാവിൽ എന്നെ സഹായിക്കണമേ, വിശേഷപ്പെട്ട ജ്ഞാനം എൻ്റെ മേൽ തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പഠിക്കണം. ഓക്കെ വായിച്ചേ. அவருக்குள் ஞானம் அறிவு என்பவைகளாகிய பொக்கிஷங்கள் எல்லாம் அடங்கி இருக்கிறது. ആരുടെ ഉള്ളിൽ? ദൈവത്തിന്റെ ഉള്ളിൽ. ദൈവത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും അത് വേണം. ഓക്കെ, വലിയ ആളുകളും ധാരാളം അബദ്ധങ്ങളിൽ പോയി ചാടാറുണ്ട്. 1 ലക്ഷം രൂപ ഇട്ടാൽ 1 മാസത്തിനകം 25 ലക്ഷം രൂപയായിട്ട് തിരിച്ചു കിട്ടും എന്നൊരു ഓഫർ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? പറഞ്ഞേ, മുതിർന്നവരോട് ചോദിക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ? അല്ലേ? എത്ര പേർ റെഡിയാണ് ആ 1 ലക്ഷം രൂപ ഇടാൻ? ക്യാമറമാനാ? ഓക്കെ. എത്ര പേർ റെഡിയാണ്? ആരും ഇടില്ല അല്ലേ? എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബുദ്ധിശാലികളാണ്. ആ 1 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സാത്താൻ പ്രലോഭനവുമായിട്ട് വരുന്നത്. നിങ്ങളുടെ മുന്നിൽ കാണുന്നത് 25 ലക്ഷം രൂപയാണ്, പക്ഷേ അവന് വേണ്ടത് ആ 1 ലക്ഷം രൂപയാണ്. ഈ ലെവലിൽ സാമ്പത്തികമായി വഞ്ചിക്കുന്ന ധാരാളം കെണികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകും. പോയി പൈസയെല്ലാം അങ്ങിട്ട് കൊടുത്തുകൊണ്ടിരിക്കരുത്. ഓക്കെ, അതിനേക്കാളും ആലയത്തിൽ ആ പൈസ കാണിക്കായിട്ടിട്ടാൽ പോലും അത് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയിരിക്കും. ഒരാമേൻ പറഞ്ഞേ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഈ ഒരു പില്ലറിൻ്റെ പൈസ ദൈവത്തിന് കൊടുക്കാം, കോൺക്രീറ്റിൻ്റെ പൈസ മുഴുവനും ഞാൻ കൊടുക്കാം, കമ്പിയുടെ പൈസ മുഴുവനും ഞാൻ കൊടുക്കാം, സിമൻറ്റിൻ്റെ പൈസ മുഴുവനും ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവനാമത്തിൽ അർപ്പിച്ചാൽ അത് ബ്ലെസ്സിങ് ആണോ? ബ്ലെസ്സിങ് അല്ലേ? എത്ര പേർ വിശ്വസിക്കുന്നു ബ്ലെസ്സിങ് ആണെന്ന്? അപ്പം ഇനി വെയിറ്റ് ചെയ്യണ്ട, ചെയ്തോളൂ. ഓക്കെ, ഞാൻ പറഞ്ഞേ, ധാരാളം ചതിക്കുഴികൾ ലോകത്തിലുണ്ടാകും. നിങ്ങളുടെ പണത്തെ തട്ടിയെടുക്കുവാൻ, നിങ്ങളുടെ സമയത്തെ തട്ടിയെടുക്കുവാൻ, നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുവാൻ ഉള്ള ധാരാളം ചതിക്കുഴികൾ ഉണ്ടാകും. ജ്ഞാനം വേണം. അവനിൽ ജ്ഞാനമുണ്ട്. അവനിൽ വസിക്കുന്നുവെങ്കിൽ, വചനത്തിൽ വസിക്കുന്നുവെങ്കിൽ, ആ വിശേഷപ്പെട്ട ജ്ഞാനത്തെ ജീവിതത്തിൽ ചതിക്കപ്പെടാതിരിക്കുവാൻ, ജീവിതത്തിൽ വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ, കെണികളിൽ വീഴാതിരിക്കുവാനുള്ള അനേകം കാര്യങ്ങൾ കർത്താവ് തൻ്റെ മക്കൾക്ക് തരും. ഹല്ലേലൂയ. ധാരാളം പേർ മറ്റുള്ളവരെ സാമ്പത്തികമായി സഹായിച്ചും ജാമ്യം നിന്നും കെണിയിലായി കുടുക്കിലായി പോയിട്ടുള്ള ആളുകളുമുണ്ട്. ഇനി അത് സംഭവിക്കരുത്. വീണവർ കുടുക്കിൽ നിന്നും പതുക്കെ കയറി വരിക, കുഴിയിൽ നിന്നും കയറി വരിക. ഇനി പോയി വിടരുത്. ഓക്കെ, നിങ്ങൾ ഒരാളിന് പൈസ കടം കൊടുക്കുന്നുവെങ്കിൽ, വചനപ്രകാരമാണ് ഞാൻ പറയുന്നത്, തിരിച്ചു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള പൈസയാണെങ്കിൽ കൊടുക്കൂ. ഓക്കെ, അതും ഇതും കേട്ടുകൊണ്ട് പൈസ കടം വാങ്ങിയിട്ടുള്ളവർ ഇതാണ് എനിക്കൊരു ആശ്വാസം എന്ന് പറയരുത്. എത്രയും പെട്ടെന്ന് ആ പൈസ തിരിച്ചങ്ങ് കൊടുത്തേക്കണം. ഓക്കെ, പൈസ കടം വാങ്ങിയിട്ടുള്ളവർ എത്രയും വേഗം എന്ത് ചെയ്യണം? പൈസ തിരിച്ചു കൊടുക്കണം. കടം വാങ്ങാനുള്ള ടെൻഡൻസി ഒഴിവാക്കണം. കടം കൊടുക്കുന്നവർ നിങ്ങളുടെ വസ്തുവും പണയം വെച്ച്, ആധാരവും പണയം വെച്ച്, ഉള്ളതെല്ലാം പണയത്തിൽ വെച്ച് പൈസ കൊടുത്തിട്ട് വസ്തുവും കാണൂല, ആധാരം കാണൂല, പൈസയും കാണില്ല എന്ന ലെവലിൽ പോയി നിൽക്കാൻ പാടില്ല. ദൈവം തരുന്ന നന്മകളെ ജ്ഞാനത്തോടുകൂടെ കൈകാര്യം ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, സാത്താൻ എങ്ങനെ വരും? വചനം പറഞ്ഞുകൊണ്ട് വരും നിങ്ങളുടെ പൈസ വാങ്ങാൻ. നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന പൈസ എടുത്തു തരാൻ വേണ്ടിയിട്ട് സാത്താൻ വചനം കൊണ്ടുവരും. എന്ത് വചനം കൊണ്ടുവരും? ഈ വചനം ഇങ്ങനെ പറയുന്നു: സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു, ആ 5 ലക്ഷം രൂപ എനിക്കെടുത്ത് തരൂ. ഈ ലെവലിൽ സാത്താൻ വരും, വഞ്ചിക്കപ്പെടരുത്. സെന്റിമെന്റ്സ് കാണിച്ചു വരും, വഞ്ചിക്കപ്പെടരുത്. ഇമോഷണലി നിങ്ങളെ ഷേക്ക് ചെയ്തുകൊണ്ട് വരും, വഞ്ചിക്കപ്പെടരുത്. നിങ്ങളുടെ പണത്തെ, നിങ്ങളുടെ നന്മകളെ കാത്തു സൂക്ഷിക്കുവാനുള്ള ജ്ഞാനം നിങ്ങൾക്ക് വേണം. ദൈവത്തിൽ ആ ജ്ഞാനമുണ്ട്. സഹതാപം തോന്നി, ദയ തോന്നി സഹായിച്ച് കുഴിയിലായി പോകുന്ന അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്കുള്ള നന്മകൾ നിങ്ങൾ പരിപാലിക്കണം. അതിൽ ഹെൽപ്പ് എന്ന നിലയിൽ, എന്ന് പറഞ്ഞാൽ ജീവൻ മരണ പ്രശ്നത്തിൽ ആഹാരമില്ലാതെ കിടക്കുന്നു, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രം ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ ഹെൽപ്പ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് വലിയ എമൗണ്ടുകൾ നിങ്ങൾ കൊടുത്തുകൊണ്ട്
വലിയ പണങ്ങൾ നിങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ മൊത്തത്തിൽ പോയി മുന്നോട്ട് പോകാൻ പറ്റാതെ ഇടിച്ചു നിൽക്കുന്ന ലെവലിലേക്കുള്ള ഹെൽപ്പുകൾ ആരും ചെയ്യാൻ പോകണ്ട. അങ്ങനെയുള്ള ഹെൽപ്പുകൾ ചെയ്യാൻ കർത്താവ് പറഞ്ഞിട്ടുമില്ല. കർത്താവ് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ദരിദ്രന്മാർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല. ആരാ ഇപ്പോൾ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല നിങ്ങളുടെ ചുറ്റുമുള്ളേ? ഉണ്ടോ? തമിഴ്നാട്ടിലാണെങ്കിലോ കിട്ടുന്ന അരി, ഫ്രീ ആയിട്ട് കിട്ടുന്ന അരി പോലും ഉപയോഗിച്ച് തീരുന്നില്ല, അതിനെ മറച്ചു വയ്ക്കുകയാണ്. അപ്പം ആഹാരം കഴിക്കാൻ ആവശ്യമില്ല, നിവൃത്തിയില്ലാത്തൊരു സിറ്റുവേഷൻ തമിഴ്നാട്ടിലില്ല. കേരളത്തിലോ? കേരളത്തിൽ അരി കിട്ടില്ലേ? കിട്ടും. ആഹാരത്തിന് ഇപ്പം മുട്ടില്ല, ശരിയല്ലേ? ഓക്കെ, ദെൻ ഇനി വീടില്ലാത്തവരുണ്ടാകും. വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു കളക്റ്റീവായിട്ട് ഒരു ശ്രമം നടത്തി അവർക്ക് വീട് വെച്ച് കൊടുക്കാം. പക്ഷേ ആ വീട് വെച്ച് കൊടുത്താൽ അവൻ അതിനെയും പണം വെച്ച് കടയം എടുത്ത് അതിനെയും ജപ്തിക്കാർ കൊണ്ടുപോകും എന്ന സ്വഭാവമുള്ളവർക്ക് അത് വെച്ച് കൊടുക്കരുത്. ക്ലിയർ ആയോ? ചില ആളുകൾക്ക് എന്ത് കൊടുത്താലും അതവർ വെച്ചേക്കില്ല. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ പോയി എന്ന് പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞു, പാസ്റ്റർ പൊന്നിട്ടിരിക്കുകയാണ്, ഇതിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഈ വചനം പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, റിയലി ഇതുണ്ടെങ്കിലും ഇത് എൻ്റെതല്ല. നിങ്ങൾക്ക് തരാനുള്ള വെള്ളിയും എൻ്റെ കയ്യിലില്ല, നിങ്ങൾക്ക് തരാനുള്ള പൊന്നും എൻ്റെ കയ്യിലില്ല. ഇതെൻ്റെ വൈഫ് ഇട്ട് തന്നതാ, ഒരു മാല എനിക്ക് മമ്മി ഇട്ട് തന്നതാ. തരുമ്പരെ പറഞ്ഞിട്ടുണ്ട് പണയം വെക്കരുത്, അവിടെ തന്നെ ഇട്ടോളണം, മിണ്ടായിരുന്നു പോകണമെന്ന്. അപ്പോൾ എനിക്ക് ഇത് എൻ്റെതാണെന്ന് പറഞ്ഞ് എടുത്ത് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. പത്രോസ് പറഞ്ഞ എനിക്കും പറഞ്ഞൂടെ, നസ്രായനായ യേശു അല്ല, വെള്ളിയും പൊന്നും എനിക്കില്ല, ഉണ്ടെങ്കിലും എൻ്റെതല്ല, ഉണ്ടെങ്കിലും അത് കൊടുക്കാൻ പറ്റില്ല, കടം ചോദിച്ചാലും കൊടുക്കാൻ പറ്റില്ല. ആ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ സ്വർണം ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലരുടെ വാദമാണത് പറയുന്നത്. ഞാൻ അതിന് കൗണ്ടർ പറയുക. അവിടെ നിൽക്കട്ടെ. ശരി, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്കുള്ളതിനെ കൊടുത്ത് നിങ്ങൾക്കുള്ളതിനെ എല്ലാം പണയം വെച്ച് നിങ്ങൾ പോയി ബ്ലോക്ക് ആകരുത്. അവിടെ ജ്ഞാനം വേണം. ജ്ഞാനം അവനിലുണ്ട്, അവനിൽ യേശുവിലുണ്ട്, വചനത്തിലുണ്ട്. വചനം ഏറ്റെടുത്താൽ കുടുങ്ങില്ല, കുരുക്കിൽ വീഴില്ല, കുഴിയിൽ വീഴില്ല, ജയമെടുക്കും. ഹല്ലേലൂയ. വലിയ എമൗണ്ട് പലിശയ്ക്ക് വാങ്ങിക്കൊണ്ട് ഇന്ന വിഷയം നടന്നാൽ പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞ് പോയി പലിശയ്ക്ക് എടുക്കും. ആ കാര്യം നടക്കില്ല. പലിശ കൊടുത്തിരിക്കും. അവസാനം പലിശ കൊടുത്ത് മുടിഞ്ഞു പോകും. ഓക്കെ, നിന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കരുതെന്ന് ദൈവം ജനറലി പറയുന്നുണ്ട്. ഇസ്രായേൽ മക്കളോട് സഹോദരന്മാർക്ക് കൊടുക്കരുതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്നാൽ അതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. എന്നാൽ ഇൻകം ഇല്ലാതെ ആ ഒരു ഏരിയയിൽ ഇങ്ങനെ സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ പോയി പലിശയ്ക്ക് വാങ്ങി, പലിശയും കൊടുക്കാൻ പറ്റില്ല, മുതലും കൊടുക്കാൻ പറ്റില്ല, അവസാനം വസ്തുവും എല്ലാ കാര്യങ്ങളും പോകുന്ന ലെവലിലേക്ക് അബദ്ധങ്ങൾ ദൈവമക്കൾക്ക് സംഭവിക്കുന്നുണ്ട്. ഈ അബദ്ധങ്ങളിൽ ദൈവജനം ചെന്ന് ചാടരുത്. നിങ്ങൾക്കുള്ള വസ്തു, നിങ്ങൾക്കുള്ള വീട്, നിങ്ങൾക്കുള്ള സമ്പത്ത്, നിങ്ങൾക്കുള്ള പണം, അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കുവാനുള്ള ഒരു വിവേകം നിങ്ങൾക്ക് വേണം. ആ സമ്പത്തിനെ പരിപാലിക്കുവാനുള്ള ജ്ഞാനം, അതിനുള്ള ബുദ്ധി നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് കിട്ടിയിട്ടും നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ക്ലിയർ ആയോ? സമ്പത്ത് കിട്ടിയാൽ നിങ്ങളത് നല്ല രീതിയിൽ പരിപാലിക്കുമോ? എങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് കിട്ടിയാൽ പ്രശ്നമില്ല. പക്ഷെ പരിപാലിക്കുവാനുള്ള ബുദ്ധിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യമില്ലേ? കാര്യമുണ്ട്. അബ്രഹാമിന്റെ സമ്പത്ത് വർദ്ധിച്ചു വന്നു. അത് ലീക്കേജ് ഇല്ല. അബ്രഹാം എല്ലാ ലീക്കുകളും അടച്ചു. അതുകൊണ്ട് ദൈവത്തിന്റെ ആശീർവാദം തങ്ങി, അത് വർദ്ധിച്ചു. ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. കാര്യമുണ്ടോ? കാര്യമുണ്ട്. അവിടെ ചില ഉടമ്പടികൾ, ഡീലുകൾ നടക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇസഹാക്ക് ജ്ഞാനത്തോടുകൂടി ആ സമ്പത്തിനെ കൈകാര്യം ചെയ്തു. യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു. കാര്യമുണ്ടോ? ദൈവം എന്തുകൊണ്ടാണ് യാക്കോബിന്റെ പേര് ഇസ്രായേൽ എന്ന് മാറ്റിയേ? അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിച്ചു, അനുഗ്രഹത്തിന് വേണ്ടി നിന്നു. അതുകൊണ്ടാണ് യാക്കോബ്. ദൈവം പറയുകയാണ്, നീ ഇനി യാക്കോബ് അല്ല, നീ ഇനി ഇസ്രായേലാണ്. എന്താണ് യാക്കോബ് എന്താ പറഞ്ഞേ? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഉള്ള അനുഗ്രഹത്തെ കാത്തു സൂക്ഷിക്കാൻ അറിയാത്തവർ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പോരുത്. ഉള്ള അനുഗ്രഹത്തെ പരിപാലിക്കണം. കിട്ടുന്ന അനുഗ്രഹം എല്ലാം ലീക്കാക്കിക്കൊണ്ടേയിരിക്കും. വലിയൊരു ചോർച്ച, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചോർച്ചയുണ്ടെങ്കിൽ സെന്റിമെന്റ്സിലൂടെ ആരെങ്കിലും സഹായിച്ചുകൊണ്ടേയിരിക്കും.
സെന്റിമെന്റ്സിലൂടെ അത് നിങ്ങളിൽ നിന്നും ചോർത്തുന്ന ഒരു പിശാചാണത്. നിങ്ങൾക്കുള്ള നന്മ നിങ്ങൾ അനുഭവിക്കാതെ അത് ചോർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നുവെങ്കിൽ ആ ചോർച്ചകളെ അടയ്ക്കണം. ആ ചോർച്ചകൾ അടച്ചില്ല എങ്കിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചിട്ട് കാര്യമില്ല. ക്ലിയർ? അടുത്ത് പറഞ്ഞ ചോർച്ചകളെ അടയ്ക്കണം, ദൈവത്തിന്റെ അനുഗ്രഹത്തെ പരിപാലിക്കണം, ആ അനുഗ്രഹം വർദ്ധിക്കണം, വർദ്ധിച്ച് പെരുകണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് വചനം ഉള്ളിൽ ഇറങ്ങിയാൽ ബുദ്ധി ഉണ്ടാകും, വെളിച്ചമുണ്ടാകും, ജ്ഞാനമുണ്ടാകും. എങ്കിൽ മാത്രമേ ഈ ഏരിയയിലെല്ലാം ഒരു വിടുതൽ ഉണ്ടാവുകയുള്ളൂ. അവിടെ ശാസിച്ചാലും പ്രാർത്ഥിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. ആദ്യം അവിടെ ഒരു നിലപാട് വേണം, ഒരു സ്റ്റാൻഡ് വേണം. ഞാൻ ഇങ്ങനെയാണ് സമ്പത്ത് കൈകാര്യം ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇങ്ങനെയാണ് എൻ്റെ സമയത്തെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ബന്ധങ്ങളെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇങ്ങനെയാണ് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ആയിരിക്കാൻ പോകുന്നത്, ഞാൻ ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ദൈവമക്കൾക്കൊരു നിലപാട് വേണം, ഒരു സ്റ്റാൻഡ് വേണം. ഇതാണ് എൻ്റെ വഴി, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും എനിക്ക് കിട്ടിയ വെളിച്ചം ഇതാണ്, ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും, എൻ്റെ സ്വഭാവം ഇത് തന്നെയായിരിക്കും, എൻ്റെ രീതി ഇങ്ങനെ തന്നെയായിരിക്കും, വചനത്തിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം അനുസരിച്ച് ഞാൻ ജീവിക്കും, വചനത്തിൽ കിട്ടുന്ന വെളിച്ചം അനുസരിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യും. അങ്ങനെ ഒരു സ്റ്റാൻഡ് ദൈവമക്കൾക്കുണ്ടെങ്കിൽ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടും, ഉയർത്തപ്പെടും, മാനിക്കപ്പെടും, വർദ്ധിച്ച് പെരുകും. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെടാൻ ഇഷ്ടമില്ലല്ലോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ശക്തിയോടെ ഹല്ലേലൂയ പറയണം. ഓക്കെ. അപ്പോ ദൈവത്തിന്റെ ആശീർവാദം വന്നാൽ പോരാ, അത് തങ്ങണം, അതിനെ പരിപാലിക്കണം, അത് വർദ്ധിക്കണം. കർത്താവ് പറയുന്നു, ഞാൻ 5 താലന്ത് അവന് കൊടുത്തു, അവൻ അതിനെ പരിപാലിച്ചു, വ്യാപാരം ചെയ്തു, 5 കൂടെ നേടി. ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിൽ ഒരു 1,00,000 രൂപ കിട്ടിയാൽ സാമ്പിൾ കിട്ടിയാൽ അതിനെ കൈകാര്യം ചെയ്ത് അവസാനം അത് ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാകരുത്, അത് വർദ്ധിക്കണം. അമ്മാമ്മേരെ ചോദിച്ചു പഠിച്ചേ, അമ്മാമ്മയ്ക്ക് ഒരു ആടിനെ കിട്ടിയാൽ മതി, ആ ആടിനെ വർദ്ധിപ്പിച്ച് അതിനെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ആടായിട്ട് മാറ്റും. ശരിയല്ലേ അമ്മാമ്മ? അപ്പൊ പറഞ്ഞല്ലേ, അത് വേണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വർധന ഉണ്ടാകണം, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വർധന ഉണ്ടാകണം, നിങ്ങളുടെ മൃഗസമ്പത്തിൽ, കൃഷിഫലത്തിൽ വർധന ഉണ്ടാകണം, നിങ്ങളുടെ ബിസിനസ്സിൽ വർധന ഉണ്ടാകണം, നിങ്ങളുടെ ആരോഗ്യത്തിൽ വർധന ഉണ്ടാകണം, നിങ്ങളുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻസിൽ എക്സ്പാൻഷൻ ഉണ്ടാകണം. എല്ലാ ഏരിയാസിലും ഒരു ഡെവലപ്മെന്റ് ദൈവമക്കൾക്ക് ഉണ്ടാകണം. അതാണ് ദൈവമക്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. അതിന് ജ്ഞാനം കിട്ടണമെങ്കിൽ വചനം വേണം, വചനം ഉള്ളിൽ ഇറങ്ങണം. ആ വചനത്തിന്റെ വെളിച്ചത്തിൽ നടന്നാൽ ഈ ഏരിയാസിലെല്ലാം ഒരു വലിയ മാറ്റം ഉണ്ടാകും. ഹല്ലേലൂയ. എന്നും ശോഷിച്ച് ദാരിദ്ര്യത്തിൽ ഞെരുങ്ങി ഇരിക്കണമെന്ന് ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മുടെ ആശീർവാദമാണ് ദൈവത്തിന്റെ ഇഷ്ടം, നമ്മുടെ അനുഗ്രഹമാണ് ദൈവത്തിന്റെ ഇഷ്ടം. പ്രത്യേകിച്ചും ദൈവരാജ്യത്തിലെ ദൈവത്തിന്റെ മക്കൾ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളത്, അവർ വർദ്ധിച്ചു വരണമെന്നുള്ളത്, അവർ പെരുകണമെന്നുള്ളത് ദൈവത്തിന് ഇഷ്ടമുണ്ട്. ഹല്ലേലൂയ. അവർ ആരാധിച്ചാൽ മാത്രം പോരാ, സ്തുതിച്ചാൽ മാത്രം പോരാ, ആത്മീകമായി ബലപ്പെട്ടിരുന്നാൽ മാത്രം പോരാ, ഭൗതികമായും ശ്രേഷ്ഠമായ നിലകളിൽ എല്ലാ ഏരിയാസിലും അവർ വിശാലമാകണം, വർദ്ധിക്കണം, പെരുകണം, നിറയണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതിനുള്ളൊരു ജ്ഞാനത്തെ ആര് തരും? കർത്താവ് തരും. ഹല്ലേലൂയ. ഓക്കെ. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഒന്ന് വായിക്കാം. സദൃശ്യവാക്യം 13:20. അപ്പൊ കുഞ്ഞുങ്ങൾ ആ വചനം വെച്ച് പ്രാർത്ഥിച്ച് പഠിച്ചോളൂ. കൊലോസ്യർ 2:3 ഡെയിലി ആ വചനം ഒന്ന് വായിക്കുക, അതിൻ്റെ മേൽ കൈവച്ച് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, പഠിക്കാനുള്ള ഹെൽപ്പിനായിട്ട് ദൈവത്തോട് ചോദിക്കുക, അത് വെച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ പോവുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് നല്ല റിസൾട്ട് ആയിരിക്കണം. ഓക്കെ. 100-ന് 0 എടുത്തോണ്ടല്ലോ വരേണ്ടത്, 100-ന് നല്ല ടോപ്പ് ലെവൽ മാർക്ക് എടുത്തുകൊണ്ട് വരണം. ഓക്കെ. ആർ യു റെഡി? അതിന് ഒരു പവറും ഇല്ല. ഓക്കെ ആണല്ലോ അല്ലേ? ശരി, ഓക്കെ. വായിച്ചേ, അടുത്ത വാക്യം. സദൃശവാക്യം 13:20.
ஞானிகளோட സഞ്ചരിக்கிறവൻ ജ്ഞാനമടൈവാൻ, മൂഢருக்கு തോളനോ നാശമടൈവാൻ. ശരി. നിങ്ങളുടെ കൂട്ടുകെട്ട്, നിങ്ങളുടെ കമ്പനി, നിങ്ങളുടെ ബന്ധങ്ങൾ ആരോടുകൂടെയാണെന്നുള്ളതിൽ വലിയ കാര്യമുണ്ട്. ജ്ഞാനികളോടുകൂടെ നടക്കാൻ നീയും ജ്ഞാനിയാകും. ആരാ ജ്ഞാനി? ദൈവഭക്തൻ. ദൈവഭക്തന്മാരോടുകൂടെ, പരിഹാസിയോടുകൂടെ നടന്നാൽ നീ ദുഃഖിക്കേണ്ടി വരും. ദുഷ്ടന്മാരോടുകൂടെ നടന്നാൽ നീ ദുഃഖിക്കേണ്ടി വരും. പാപികളുടെ വഴിയിൽ നടന്നാൽ നീ ദുഃഖിക്കേണ്ടി വരും. അതിനെ പറഞ്ഞു, ജ്ഞാനികളോടുകൂടെ നടക്കുക, നീയും ജ്ഞാനിയാകും. ഭക്തന്റെ കൂടെ നടക്ക്, നീയും ഭക്തനാകും. വിശ്വാസിയുടെ കൂടെ നടക്ക്, നീ വിശ്വാസിയാകും. ദൈവസ്നേഹമുള്ള ഒരു ദൈവ പൈതലിന്റെ കൂടെ നടക്ക്, നിനക്ക് ദൈവസ്നേഹം ഉണ്ടാകും. അഭിഷേകമുള്ള ഒരു ദൈവ പൈതലിന്റെ കൂടെ നടക്ക്, നിന്റെ മേൽ അഭിഷേകം വരും. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യമുള്ള ഒരു ദൈവ പൈതലിന്റെ കൂടെ ചേർന്ന് നിൽക്ക്, നിന്റെ മേൽ ആ ദൈവ സാന്നിധ്യം പെരുകും. ദൈവ തേജസ്സുള്ള ഒരു ദൈവ പൈതലിന്റെ കൂടെ ചേർന്ന് നിൽക്ക്, നിന്റെ മേൽ ആ ദൈവ തേജസ് വ്യാപരിക്കും. കൃപയുള്ള ഒരു ദൈവ പൈതലിന്റെ കൂടെ നിൽക്ക്, നിന്റെ മേൽ കൃപ വ്യാപരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ കൂടെ നിൽക്ക്, നിന്റെ മേൽ അനുഗ്രഹം വരും. അനുഗ്രഹിക്കപ്പെട്ട ദൈവ പൈതലിനെ അനുഗ്രഹിക്കുക, നീയും അനുഗ്രഹിക്കപ്പെട്ടവനാകും. ആമേൻ. ഹല്ലേലൂയ. ജ്ഞാനികളോട് കൂടെ നടക്കാം, നീയും എന്താകും? ജ്ഞാനിയാകും. ദൈവഭക്തനോട് കൂടെ നടക്കുക, നീയും എന്താകും? ദൈവഭക്തനാകും. കള്ളന്റെ കൂടെ നടക്കുക, നീ എന്താകും? കള്ളനാകും. പരിഹാസിയുടെ കൂടെ നടക്കുക, നീ എന്താകും? പരിഹാസിയാകും. ഓക്കെ. മണ്ടനോട് കൂടെ നടക്കുക, നീ എന്താകും? മണ്ടനാകും. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകെട്ടിനെ സൂക്ഷിക്കുക. ദുഷ്ടനാണ്, പരിഹാസിയാണ് എന്ന് പറഞ്ഞിട്ട് അവരെ നീതിയിലേക്ക്, ന്യായത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് കണക്ഷൻ ആകാം. ഓക്കെ. പക്ഷെ ആ കണക്ഷനിലായി നീ അവരുടെ കൂടെ പോകരുത്. മനസ്സിലായോ? അതായത് രക്ഷിക്കാനെന്ന് പറഞ്ഞു പോയിട്ട് കുഴി വിടരുത്. കുഴി കിടക്കുന്ന ആളിനെ രക്ഷിക്കാൻ പോയാൽ കുഴിയിൽ വീഴാതെ അയാളെ രക്ഷിക്കണം. ഇന്ന് ധാരാളം ആളുകൾ കുഴിയിൽ വീഴുന്നത് എങ്ങനെയെന്ന് അറിയാമോ? കുഴിയിൽ കിടക്കുന്ന ആളിനെ രക്ഷിക്കാൻ പോയിട്ട് ആ കുഴിയിൽ അങ്ങ് വീഴും. ചില പെൺകുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, വിശ്വാസികളായ പെൺകുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ അവനെ പ്രേമിച്ചാൽ, ഞാൻ അവനെ സ്നേഹിച്ചാൽ ഒരാത്മാവിനെ ദൈവത്തിന് വേണ്ടി ഞാൻ നേടും എന്ന് പറഞ്ഞു പോയി പ്രേമിക്കും. പ്രേമിച്ചിട്ട് അവസാനം ആ ആത്മാവിനെ നേടുകയില്ല, ഈ ആത്മാവും കൂടെ ആ കുഴിയിൽ പോയി അങ്ങ് വീഴും. പിന്നെ ആ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ പറ്റാതെ ജീവിതകാലം മുഴുവനും രണ്ടുപേരും കൂടെ ചേർന്ന് ആ കുഴിയിൽ അങ്ങ് കിടക്കും. അപ്പൊ ഈ രീതിയിൽ ആത്മാക്കളെ രക്ഷിക്കേണ്ട. പ്രേമിച്ചും വിവാഹം കഴിച്ചും ആത്മാക്കളെ രക്ഷിക്കേണ്ട. വചനം കൊടുത്തും പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻസ്, ദൈവത്തിന്റെ വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻസിൽ കൂടെ ആത്മാക്കളെ രക്ഷിച്ചാൽ മതി. അടുത്ത എടുത്ത് പറഞ്ഞേ, വിവാഹത്തിലൂടെയും പ്രേമത്തിലൂടെയും ആത്മാക്കളെ രക്ഷിക്കേണ്ട. വചനത്താലും ദൈവസ്നേഹത്താലും ദൈവകൃപയാലും പ്രാർത്ഥനയാലും ദൈവശക്തിയാലും അഭിഷേകത്താലും ആത്മാക്കളെ രക്ഷിക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് എല്ലാ പ്രായക്കാർക്കും ഇത് പറയേണ്ട ആവശ്യമുണ്ട്. കാരണം അപ്പൂപ്പന്മാരായെന്ന് ഒളിച്ചോടുന്നേ. 65 വയസ്സുള്ള അപ്പൂപ്പൻ 18 വയസ്സുള്ള കുട്ടിയുടെ കൂടെ ഒളിച്ചോടി. അപ്പൊ അതുകൊണ്ട് ഓക്കെ, ജ്ഞാനത്തോടുകൂടെ നടക്കുക. എങ്ങനെ നടക്കണം? ജ്ഞാനത്തോടുകൂടെ നടക്കുക. ദൈവകൃപയിൽ നിൽക്കുക, ദൈവസ്നേഹത്തിൽ നിൽക്കുക. കെണിയിൽ വിടരുത്, സെന്റിമെന്റ്സിൽ പെട്ടുപോകരുത്. ദൈവ പൈതലായി തന്നെ നിൽക്കുക. ഹല്ലേലൂയ. ഓക്കെ. അപ്പൊ കുട്ടികളോട്, സ്കൂളിൽ പോകാൻ പോകുന്ന കുട്ടികളോട് പറയട്ടെ, നിങ്ങളുടെ കൂട്ടുകെട്ട് നിങ്ങളെ നശിപ്പിക്കുന്നതാണെങ്കിൽ അവരുടെ കൂട്ട് കട്ട് ചെയ്യണം. ഞാൻ ഒരു ഓപ്ഷൻ പറയട്ടെ. ഇപ്പൊ ഇതുവരെയുള്ള എല്ലാ കൂട്ടുകെട്ടും മൊത്തത്തിൽ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് പുതുതായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. പുതിയ വർഷത്തിൽ പുതിയ കൂട്ടുകാർ. ഓക്കെ ആണോ? അങ്ങനെ ചെയ്തു നോക്കിയേ. മാത്യു തലയായിട്ട് എനിക്ക് കാര്യം മനസ്സിലായി. നിനക്ക് വേറെ നിവൃത്തിയില്ല, കാരണം സ്കൂളേ മാറി. ഇന്ന കൂട്ടുകാരനെ, ഇന്ന കൂട്ടുകാരിയെ ഞാൻ ഒരിക്കലും പിരിയില്ല എന്ന സെന്റിമെന്റ്സ് ഒന്നും ആർക്കും വേണ്ട. ഓക്കെ. ജീവിതത്തിന്റെ സാഹചര്യം അനുസരിച്ച് ചില ബന്ധങ്ങൾ വരും, ചില ബന്ധങ്ങൾ പോകും. അത് അല്പകാലത്തേക്ക് മാത്രമുള്ളത്. അതിനെ ഹൃദയത്തിൽ ഒരു പിരിയാൻ പറ്റാത്ത ഒരു ലെവലിൽ ഒരു കെണിയായി, കുടുക്കായി മാറാതിരിക്കാൻ ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതൊരു വ്യക്തിയോടും ഇടേണ്ട ഗ്യാപ്പ് അവിടെ ഇട്ട് നിൽക്കുക. ഒരു പരിധി കഴിഞ്ഞ ഒരു ബന്ധത്തിലേക്ക് ആരും ഒരു വ്യക്തികളോടും അടുത്തു പോകരുത്. അത് കെണിയാകും,
അത് കുടുക്കാകും, അത് തകരാറിലേക്ക് കൊണ്ടുപോകും, അത് അപകടത്തിലേക്ക് കൊണ്ടുപോകും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, അപ്പോ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ബന്ധങ്ങളെ നമുക്ക് തരട്ടെ. അടുത്തിരിക്കുക എടുത്ത് പറഞ്ഞ്, അനുഗ്രഹിക്കപ്പെട്ട ബന്ധങ്ങളെ കർത്താവ് തരട്ടെ. ഇനി ശ്രദ്ധിക്കേ, ഏത് ബന്ധം വന്നാലും ദൈവരാജ്യത്തിലെ ദൈവപുത്രൻ അല്ലെങ്കിൽ ദൈവ പൈതൽ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? യേശുവിനെ കൊടുക്കുക, യേശുവിൻ്റെ സ്നേഹത്തെ പറഞ്ഞു കൊടുക്കുക, യേശുവിൻ്റെ മഹത്വത്തെ പറഞ്ഞു കൊടുക്കുക. ഇതായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. പോയാ? ഇതാകണം. നിങ്ങളുടെ കൂടെയുള്ളവർക്ക് കർത്താവിൻ്റെ മഹത്വത്തെ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ കണ്ടത്, നിങ്ങൾ കേട്ടത്, നിങ്ങൾ അറിഞ്ഞത് ചെയ്യില്ലേ? ആരൊക്കെ ചെയ്യും? ചെയ്യണം, ചെയ്യണം. ജീവിക്കുന്ന സാക്ഷികൾ അനേകം ഇവിടെ ഉണ്ട് അല്ലെ? സുൽവറിനെ കുറിച്ച് ഞാൻ കേട്ടു. അടുത്തൊരു അയൽപക്കത്തെ ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെയുള്ള വേറെ പറയുകയാണ്, ഇതൊരു വലിയ സാക്ഷിയാണ്, എങ്ങനെ ഇരുന്ന ആളാണ്, ദൈവം ഇന്ന് അദ്ദേഹത്തെ മാറ്റി രൂപാന്തരപ്പെടുത്തി. മുരുകൻ പേർ പറഞ്ഞതാ, അറിയാമോ? വാട്ടർ ടാങ്കിൻ്റെ അടുത്തുള്ള സിസ്റ്റർ വന്നിട്ടുണ്ടോ? ഹോസ്പിറ്റലിലാണോ? വന്നിട്ടില്ല? ഓക്കെ, പറഞ്ഞതാ. എന്താ പറഞ്ഞേ? എനിക്കറിയാം സുനിൽ എങ്ങനെയായിരുന്നുവെന്നും തമ്പിക്കുട്ടൻ പേർ എങ്ങനെയായിരുന്നുവെന്നും എനിക്കറിയാം. ദൈവം അവരെ വലിയ മാറ്റത്തിലേക്കാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാനും ആരാധിക്കാൻ പോകുന്നു. സാക്ഷികൾ എഴുന്നേൽക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ മഹത്വം അത് ഭയങ്കരമാണ്. അതിനെ മൂടി വെക്കരുത്, അതിനെ ഉയർത്തിപ്പിടിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തന്ന മാറ്റത്തെ, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ മൂടി വെക്കരുത്, അതിനെ ഉയർത്തിപ്പിടിക്കുക. സാക്ഷികൾ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ഓക്കെ, അപ്പൊ ജ്ഞാനിയോടുകൂടെ നടന്നാൽ നീ എന്താകും? ജ്ഞാനിയാകും. കള്ളന്റെ കൂടെ നടന്നാൽ നീ എന്താകും? കള്ളന്റെ കൂടെ കൂട്ടുകൂടാൻ പോകരുത്. മടിയന്റെ കൂടെ കൂട്ടുകൂടാൻ പോകരുത്. അടുത്തേക്ക് എടുത്ത് പറഞ്ഞേ, കുട്ടികൾ പ്രത്യേകിച്ചും. മടിയന്റെ കൂടെ കൂട്ടുകൂടാൻ പോകരുത്. പഠിക്കാൻ മടിയുള്ളവന്റെ കൂടെ കൂട്ടുകൂടാൻ പോകരുത്. കള്ളത്തരം കാണിക്കുന്നവരുടെ കൂടെ കൂട്ടുകൂടാൻ പോകരുത്. സ്കൂളിൽ പോകാൻ മടിയുള്ളവന്റെ കൂടെ, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ കുറിച്ച്, നിങ്ങളെ വളർത്തുന്ന പാരൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അവരോട് എതിരായിട്ടുള്ള ഒരു ഇമോഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് ബ്ലെസ്സിങ് വരില്ല. അവരെ സ്നേഹിക്കണം. അവർ വഴക്ക് പറഞ്ഞാലും സ്നേഹിക്കണം, അവർ ദേഷ്യപ്പെട്ടാലും സ്നേഹിക്കണം, അവർ ശാസിച്ചാലും സ്നേഹിക്കണം. അത് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആണ്, അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. പാരൻസിനെ നിങ്ങൾ ബഹുമാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ടീച്ചേഴ്സിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ടാകും. ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കുട്ടികൾ പ്രത്യേകം ചെയ്യുക. പാരൻസ് ഈ ലെവലിൽ കുട്ടികൾക്ക് ഡയറക്ഷൻ കൊടുക്കുക. ചില പാരൻസ് ഉണ്ട്, ബുദ്ധിയില്ലാത്ത മണ്ടന്മാരായ പാരൻസ് ഉണ്ട്. ഒരു ടീച്ചറിനെ കുറിച്ച് ഒരു കുട്ടി വന്ന് കംപ്ലൈൻറ്റ് പറയുമ്പോൾ ഇവിടെ രക്തം തിളയ്ക്കും. പിന്നെ മുണ്ടും മുറുക്കി കെട്ടിക്കൊണ്ട് അടുത്ത ദിവസം സ്കൂളിൽ പോകും ടീച്ചറിൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ. ഈ ലെവലിൽ നിൽക്കുന്ന പാരൻസ് അങ്ങനെ ഇരിക്കരുത്. ആ കുട്ടികൾക്ക് അത് ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യാനുള്ള നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ കുട്ടികളെ ശാസിക്കുന്ന ടീച്ചേഴ്സിനോട്, നിങ്ങളുടെ കുട്ടികളെ ശാസിക്കുന്ന സൺഡേ സ്കൂൾ അധ്യാപകരോട് യുദ്ധത്തിന് പോകുന്ന പാരൻസ് ഉണ്ടെങ്കിൽ നിങ്ങളാണ് മരമണ്ടന്മാർ. നിങ്ങൾ യുദ്ധത്തിന് പോകരുത്, പകരം അതിനെ അനുവദിച്ചു കൊടുക്കണം. ആ ഒരു ട്രെയിനിങ്, അത് ഏറ്റെടുക്കുവാനുള്ള ജ്ഞാനം അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവിടെ കീഴ്പ്പെട്ടിരിക്കണം, അതിന് ദേഷ്യപ്പെടേണ്ട, അതിന് വിഷമിക്കേണ്ട, അതിൽ ദുഃഖിക്കേണ്ട. അത് നമ്മുടെ ബ്ലെസ്സിങ്ങിനുള്ളതാണ്, അതവരുടെ ദൗത്യമാണ്, അതവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആരാധിക്കുന്ന ദൈവമക്കൾ ഈ ഏരിയയിൽ കറക്റ്റ് അല്ല എങ്കിൽ ബ്ലെസ്സിങ് വരില്ല, തലമുറകൾക്ക് ബ്ലെസ്സിങ് വരില്ല. തലമുറകൾക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ പാരൻസ് പറഞ്ഞു കൊടുക്കുക, നല്ല ഉപദേശങ്ങൾ കൊടുക്കുക. നല്ല കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കട്ടെ. അത് അവരുടെ ജീവിതത്തിൽ വിടുതലായി മാറും, നന്മയായി മാറും, അനുഗ്രഹമായി മാറും. നിങ്ങളുടെ കുട്ടികളോട് ചോദിക്കുക, നിങ്ങളിന്ന് പ്രാർത്ഥിച്ചോ, നിങ്ങളിന്ന് ബൈബിൾ വായിച്ചോ, നിങ്ങളിന്ന് ദൈവത്തെ ആരാധിച്ചോ, നിങ്ങളിന്ന് വചനം കേട്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡെയിലി ചോദിക്കുക. അല്ലാതെ ആഹാരം കഴിച്ചോ പഠിച്ചോ എന്ന് മാത്രം ചോദിച്ചാൽ പോരാ. ഒരു ദൈവ പൈതലിന്റെ വീട്ടിൽ പാരൻസ് എന്താണ് ചോദിക്കേണ്ടത്? സുഷന്ത് ചോദിക്കും, പ്രാർത്ഥിച്ചോ ചോദിക്കോ? ഇല്ലല്ലോ. ചോദിക്കോ? ശരി. ആഹാരം കഴിച്ചോ ചോദിക്കോ?
അത് ഉറപ്പായിട്ട് ചോദിക്കുമല്ലോ. പഠിക്കാൻ പറയുമല്ലോ, അത് ഉറപ്പായിട്ട് പറയും. പക്ഷെ അത്ര പവറായിട്ട് പറയില്ലല്ലോ പ്രാർത്ഥിക്കുന്ന കാര്യം. കറക്റ്റ് അല്ലേ? അതാണ് കാര്യം. ആഹാരം കഴിക്കാൻ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, പഠിക്കാൻ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം വചനം വായിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും. ഇതിന് അടിക്കടി പറയിപ്പിക്കരുത്, ഇത് ചെയ്തു തുടങ്ങുക. ഇതിനെന്നൊന്നും ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കേണ്ട ഗതികേട് വരരുത്. എല്ലാ പാരൻസും ആ ലെവൽ കുട്ടികളെ ട്രെയിൻ ചെയ്യുക. പ്രാർത്ഥിച്ചോന്ന് ചോദിക്കുക, ആരാധിച്ചോന്ന് ചോദിക്കുക, വചനം വായിച്ചോന്ന് ചോദിക്കുക. ഇല്ലെങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. അവർ ദൈവകൃപയിൽ വളരട്ടെ, ദൈവഭക്തിയിൽ വളരട്ടെ, ദൈവ സ്നേഹത്തിൽ വളരട്ടെ. കുട്ടികൾക്കുള്ള ട്രെയിനിങ് നിങ്ങൾ തന്നെ കൊടുക്കണം. കൊടുക്കോ? കൊടുക്കണം. കൊടുത്തേ പറ്റൂ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. പ്രാർത്ഥിച്ചോന്ന് ചോദിക്കുന്ന ഒരു അമ്മയെ, പ്രാർത്ഥിച്ചോന്ന് ചോദിക്കുന്ന ഒരു അപ്പനെ കുട്ടികൾക്ക് കിട്ടട്ടെ. വചനം വായിച്ചോന്ന് ചോദിക്കുന്ന ഒരു അപ്പനെ, വചനം വായിച്ചോന്ന് ചോദിക്കുന്ന ഒരു അമ്മയെ കുഞ്ഞുങ്ങൾക്ക് കിട്ടട്ടെ. അവർ ആ ദൈവ സ്നേഹം പഠിക്കട്ടെ, ദൈവഭക്തി പഠിക്കട്ടെ, ദൈവത്തിന് സമയം ചെലവഴിക്കുവാൻ പഠിക്കട്ടെ, ആലയത്തിൽ തൂണുകളാകുവാൻ അവർ പഠിക്കട്ടെ, ദൈവത്തിന്റെ വേല ചെയ്യുവാൻ അവർ പഠിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പഠിച്ചോ കഴിച്ചോ എന്ന് മാത്രം ചോദിച്ചാൽ പോരാ. ബൈബിൾ വായിച്ചോ, പ്രാർത്ഥിച്ചോ, ആരാധിച്ചോ എന്നും കൂടെ ചോദിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം ചെയ്യട്ടെ. എങ്കിൽ നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. എങ്കിൽ നിങ്ങളുടെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ദൈവത്തിന്റെ കൃപ പെരുകും, ദൈവ സാന്നിധ്യം പെരുകും. ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിന് സമയം ചെലവഴിക്കുവാനും ദൈവിക കാര്യങ്ങളിൽ ഒന്നാം സ്ഥാനം കൊടുക്കുവാനും നിങ്ങളുടെ തലമുറകളെ അഭ്യസിപ്പിക്കുക. അവർ ജ്ഞാനികളായി മാറും, അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. ലോകത്തിന്റെ കെണികളിൽ അവർ വീണു പോകില്ല, ലോകത്തിൽ അവർ നശിച്ചു പോകില്ല. ദൈവത്തിന്റെ ആശീർവാദം തങ്ങുന്ന ഒരു തലമുറയായി നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സന്തതികൾ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. ഈ വചനങ്ങൾ